الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله ഇതാ പുലർന്നു ഇതാ ഉണരാ നേരമായി 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 യാ ഖുദാ യാ ഖുദാ യാ ഖുദാ നിന്റെ ഈ പോരിശ യാ ഖുദാ യാ ഖുദാ യാ ഖുദാ നിന്റെ ഈ പോരിശ പറയാനാവതില്ല അറിയാനാവുകില്ല അല്ലാഹു 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 പോകും പാതിരാവും വന്നുമായും പകൽ വേളയും കാലം മുന്നിലോടും പുലരൊളി വെയിലാവും നിഴലുകൾ തടലാവും മാറും കാലഭേദം വെണ്ണിലാവും പാൽക്കിനാവുമായി കാറ്റും മാറി വീശും പല പല വഴികളിലായി പല പല മുഖമറിയും ഈ നിരാലംബ ജന്മം കരങ്ങളാൽ ഉയർത്തിയ അനന്തമാം കരുണാസാഗരമേ യാ ഖുദാ യാ ഖുദാ നിന്റെ ഈ പോരിശ തുണയായി പോന്നിടേണേ പരനേ കൂടെയെന്നും അല്ലാഹു 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 അതെ, ചെയർമാൻ ഭുവനചന്ദ്രൻ സാറിന്റെ വീട്ടിലാണുള്ളത്. ഡയറക്ടർ ബോർഡ് മെമ്പർമാരോട് വരാനാ പറഞ്ഞത്. എന്റെ ബലമായ ഊഹം കോടികളുടെ എന്തോ പുതിയ പദ്ധതി ചെയർമാൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്നാണല്ലോ. Action talk and no one bag a mouth, 'cause we run the east, west, the north and south. ശേഖരൻ നായരെ, ബോർഡ് മെമ്പേഴ്സ് എല്ലാം എത്തിയോ? ഓ എത്തിയേ. കുഞ്ഞു കാപ്പി കുടിച്ചാട്ടോ, അത് കഴിഞ്ഞിട്ട് മതി മീറ്റിംഗ് ഒക്കെ. എന്താ കാപ്പിക്ക്? നെയ്ക്കഞ്ഞി, പുഴുക്ക്, ചുട്ട പപ്പടം, ഉണക്കമീന്. എടുക്കട്ടെ ചൂടോടെ? വേണ്ട, ജ്യൂസ് മതി. ഓ ഭുവനേട്ടാ, ജ്യൂസ് റെഡി. രാജേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബംഗ്ലാവിൽ ഇങ്ങനെ കയറി വരരുത് എന്ന്. എന്നായാലും ഞാൻ വരണ്ട വീടല്ലേ ഭുവനേട്ടാ എന്ന് നീ പറയും. നിന്റെ രക്ഷിതാക്കൾ കോടീശ്വരനാണെങ്കിലും അവരുടെ മുമ്പിൽ ഞാനിന്നും അനാഥനല്ലേ? അനാഥൻ അനാഥൻ ഇങ്ങനെ എപ്പോഴും പറയാതെ ഇരുന്നൂടെ? ഞാനുണ്ടാവും എന്നും. അയ്യേ, ഞാനൊന്നും കണ്ടില്ലേ. ഭുവനേട്ടാ, ഞാൻ അടുത്ത ആഴ്ച കോളേജിൽ നിന്ന് അട്ടപ്പാടിക്ക് എക്സ്കർഷൻ പോകുന്നുണ്ട്. കട്ട് പറയുന്നതിനൊരു സംവിധായകൻ ഉണ്ട്. എന്താ പ്രശ്നം? എന്താ ഡയലോഗ് തെറ്റി? എക്സർഷൻ മലയാളത്തിൽ പിക്നിക് എന്ന് പറഞ്ഞാ മതി. എക്സ്കർഷൻ അങ്ങനെ പറഞ്ഞ എന്താ തെറ്റ്? അത് പിന്നെ എല്ലാം കൂടെ ചവിട്ടി കൂട്ടിക്കാളും ഞാൻ. വിനോദയാത്ര അങ്ങനെ പറഞ്ഞാ മതി.
അല്ലെങ്കിൽ ലോക്കൽസിന് തിരിയൂല. അതാണ് കറക്റ്റ് അല്ലേ? അതെ 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 ഓ. സ്റ്റാർട്ട് ആയിക്കോളി. ടേക്ക് നമ്പർ എടുത്തു ആയിരിക്കോ ആക്ഷൻ. ആ ഭുവനേട്ടാ, അടുത്താഴ്ച കോളേജിൽ നിന്ന് അട്ടപ്പാടിക്ക് വിനോദയാത്ര പോകുന്നുണ്ട്. അതിനെന്താ, ബ്യൂറോയിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തോളൂ. വഴിയിൽ ചിലവിന് പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഇങ്ങോട്ട് തിരി കുഞ്ഞി. ആ ഉം. ഔ, ഉം. മതീന്ന അടിച്ചിട്ടുണ്ടല്ലോ വയർക്ക്. പിടിക്കോളാം. ലച്ചോ ലച്ചോ നിക്കവിടെ നിക്ക്. ആ, റംലത്ത, നിങ്ങ കോഴിക്കോട് പോന്നെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയതാ മോളെ. അപ്പഴാ ഡ്രൈവർ ഷുക്കൂർ പറഞ്ഞ ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന്. ഏത് സിനിമ മോളെ? സിനിമയല്ലപ്പാ, നമ്മളെ ഹോം വീഡിയോ. അത് അതൊരു പായ്യാരം, ഒരു പണിയും തൊരും ഇല്ലാത്തവരും, പിന്നെ തലേന്റെ അകത്ത് ആളുതാമസം ഇല്ലാത്ത ചിലരും കൂടി സിനിമ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിലത്തെ പീടിയല്ല അതിന്റെ CD വാടകക്കും ചിലപ്പോ പൈസക്കും കിട്ടും. ആരാ നടന്മാര്? പ്രധാന നടൻ നമ്മളെ ഡ്രൈവർ ബൗട്ടിക്കാ. നമ്മളെ ബൗട്ടിയാ? പാറക്കുട്ടിന്റെ ട്യൂഷൻ ടീച്ചർ നൂർജഹാന നായിക. വാളെടുത്തോനെല്ലാം വിളിച്ചപ്പാട്. അങ്ങനെ എന്നാ ഞാൻ പോട്ടെ മോളെ. കോഴിക്കോട് പോയി വന്ന വൈക്ക് കേറാം. ആയിക്കോട്ടെ. ഷുക്കൂ, ഓ, പോവാം. എല്ലാവരും എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. നിങ്ങളെല്ലാവരും അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത് നിങ്ങളെല്ലാവരെയും അത്യാവശ്യമായി വിളിപ്പിച്ചത് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ നിക്ഷേപ സംരംഭത്തെക്കുറിച്ച് പറയാനാണ്. കരയിലും വെള്ളത്തിലും യഥേഷ്ടം കരയിലും വെള്ളത്തിലും യഥേഷ്ടം ഇറക്കാൻ സാധിക്കുന്ന ഒരു വിമാന സർവീസ്. അതാണ് മലബാർ ഗ്രൂപ്പ്സ് എമർജൻസി കേരളയുടെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന 10,000 കോടി രൂപയുടെ പദ്ധതി. നിങ്ങൾ എന്തു പറയുന്നു? എല്ലാവരും കൈയടിക്ക്, ചിരിച്ച് കൈയടിക്ക്, കൈയടിക്ക്. ബാബുരാജ്, നീ എനിക്കൊരു ഡ്രൈവർ മാത്രമല്ല, പടക്കളത്തിൽ അർജുനനെ കൃഷ്ണനെ പോലെ എന്റെ ജീവിതമാവുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ എന്നോടൊപ്പം നീ എന്നും ഉണ്ടാകണം. എന്താണ് നിന്റെ മുഖത്തൊരു മ്ലാനത? അലയൊടുങ്ങാത്ത കടലിലും അനന്തമായ ആകാശത്തിന്റെ അദൃശ്യ വീഥികളിലും എന്നും സാരഥിയായി നിൽക്കുന്ന ഈ നിസ്വന്റെ മുഖം മാറിയാൽ അങ്ങ് അറിയും. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 20,000 കോടി മലബാർ ഗ്രൂപ്പ് ഇറക്കുമെന്ന. ഇല്ലെങ്കിൽ നാണക്കേടാണ് സർ, നാണക്കേട്. ബാബുരാജ്, 10,000 കോടിയല്ല, 20,000 കോടിയുടെ വിമാന സർവീസ് നിന്റെ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇറക്കും. വെൽ ഡൺ ചെയർമാൻ, വെൽ ഡൺ. Cut it. വാഹുട്ടിയാക്കാ. ആക്ഷൻ ആക്ഷൻ. അടുത്ത വെള്ളിയാഴ്ച ഒന്ന് ഒറീസ വരെ പോണം. അവിടെ ഒരു കൽക്കരിപ്പാടം വിൽക്കാനുണ്ടെന്ന് കേട്ടു. ചിലപ്പോൾ ചുളുവിലക്ക് കിട്ടിയേക്കും. ശ്രീകണ്ഠ, ഇത് നിർത്താൻ എന്തെന്നോട് പറയില്ലേ? നന്നായില്ല. അല്ല ബാവുട്ടിക്ക, എടോ ഇത് നിർത്താൻ എന്തെന്ന് പറയില്ലേ? കാറു നീ വെറുതെ എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ടേ. ഈ ഷൂട്ടിങ്ങിന്റെ മാഞ്ഞാളം നിർത്താൻ എന്തെന്നാ പറയില്ലേ? അതെനിക്കറിയാം, പേക്കപ്പ്. അല്ല, അത് ഷൂട്ടിംഗ് കഴിയുമ്പോഴാ പറയൂ ചേച്ചി. എന്നാ ഇപ്പൊ കഴിയണം. അല്ലേ ചേച്ചി? ബാവുട്ടിക്ക, 10:45 സേതുവേട്ടൻ കരിപ്പൂരെത്തും. ഫൈസല് വിളിച്ചിനി. ബദരീങ്ങളെ, എന്നാ പേക്കപ്പ് തന്നെ. സേതുവേട്ടനാ മറ്റേ അറിഞ്ഞാലെന്നാ തച്ച് നിരപ്പാക്കും. എത്ര സിനിമാക്കാര് ചോദിച്ചാന്നറിയാ, കൊടുത്തിട്ടില്ല. ഇതെന്തിന് ഇതെല്ലാം ഇടിയിട്ടിട്ട് നോക്കറാ. മരം ഇതെല്ലാം ഒന്ന് ഉള്ളിലേക്കിട്ട് അടിച്ചടിച്ചിട്ടാട്ടെ. എനക്ക് കയ്യപ്പാ. ആ നൂർജഹാനെ, പാന്റും ടോപ്പെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. രാജ്യം എന്തായാലും കലക്കി. അള്ളാക്കറിയാ, വാപ്പങ്ങനെ അറിഞ്ഞാല്. ബാവുട്ടിയൊക്കെ ശരിക്കും ഓവറാ. ഇങ്ങനെയുണ്ട് ഒരു മുതലാളി. പറയുമ്പോ ഇവിടുത്തെ സേതുവേട്ടനും മുതലാളിയല്ലേ മൂപ്പരിങ്ങനെയാ. അത് സ്ക്രിപ്റ്റിന്റെ അല്ലേ, അതിൽ എഴുതിയ പോലെയല്ലേ ചെയ്യാൻ പറ്റൂ. ജീവിതമായിട്ട് ഒരു ബന്ധമില്ല നീനൊന്നും. ഇത് പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ കാണൂലേ? ആരെങ്കിലും കണ്ടിട്ട് നിന്നെ സിനിമയിലെടുത്താലോ? എന്റെ മയ്യത്താവ് എടുക്ക. കേമറിന്റെ വാടക എന്ന് പറഞ്ഞ് ഇടങ്ങറാക്കല്ലേ ചന്ദ്ര. പണിയായത്തിന്റെ വാടക പണിക്കാരൻ കൊടുക്കണം. നമ്മളെ തൊടിയിൽ പണിക്ക് വരുന്നുണ്ട്, കൈക്കോട്ടിന്റെ വാടക നമ്മൾ കൊടുക്കലുണ്ടാ. ക്യാമറന്റെ പാട് ക്യാമറ മേൻ കൊടുക്കണം. അതെങ്ങനെ ബാവുട്ടേക്ക? അങ്ങനെ തന്നെ ബാവുട്ടിക്ക. ആ കുഞ്ഞാപ്പാട് അവിടെ പാക്കപ്പായി. പായ് കപ്പലല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞു. എത്തിപ്പോയി. നല്ല ആയിക്കോറെ മത്തിയുണ്ട്. പ്രസ്സാണ്. ആ വെച്ചോളി. ഇനിയിപ്പോ സേതുവേട്ടൻ എന്നായിരിക്കും ദുബായിക്ക് പോവാ? ഒരു 5-6 സീനെങ്കിലും ബാലൻസ് ഉണ്ട്. സേതുവേട്ടന്റെ കാര്യമൊന്നും പറയാൻ കഴിയൂല. എന്നാലും നമുക്ക് റെഡി ആയിട്ട് ജോസഫ് സാറേ, നിങ്ങൾ ആ ഡയലോഗ് കലക്കിട്ടാ കണ്ണുമന്ന് കണ്ണീരൊന്നും ചെയ്യാൻ എന്തെങ്കിലും സാധനം കിട്ടണ്ടോ? കിട്ടിയാ പൊളിച്ചിരിക്കും.
ആ ശ്രീയണ്ണ ഞാൻ ബാബുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന സിറ്റുവേഷനിൽ ഒരു നല്ല ഫൈറ്റ് പിന്നെ അതിന് റോപ്പൊക്കെ പറയണം, ഇങ്ങനെ പറന്നു പോയിടിക്കണം, ഇങ്ങനെ കെട്ടി വലിച്ച് അല്ലേ. എന്റെ ഗോപി ഈ അങ്ങനെ വല്ലാണ്ട് സാജി കൈലാസാവാൻ നിൽക്കണ്ട. അതിനുള്ള ബഡ്ജറ്റൊന്നും നമ്മളെടുത്തില്ല. ഇത് തന്നെ ഇപ്പൊ വനജടത്തിന്റെ ഫൈനാൻസാ. നിലമ്പൂർ റോഡിൽ കേമതുവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആളെ നിയന്ത്രിക്കാൻ പോലീസിനെ വേണമെന്ന് പറഞ്ഞിരുന്നു. പോയി നോക്കട്ടെ, ചിലപ്പോ ഒരു വേഷം കിട്ടാൻ ചാൻസ് ഉണ്ട്. മാനേജർ നമ്മുടെ അരോമ മോഹന. കേമതു ആണെങ്കിൽ നല്ല അടിപൊളി സസ്പെൻസ് ഒരു സാധനം ഉണ്ട്, ഒന്ന് പറയാൻ ഒരു ചാൻസ് കിട്ടു. സാർ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം സാർ. ഈ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്ന കാണാലോ. അതേതായാലും നന്നാവും. ഈ ഒന്ന് കണ്ടു പഠിക്കണമല്ലോ. ഞാൻ കളിക്കുന്ന പൊതുവെള്ള സംസാരം ഭയങ്കര ഓവറാന്ന് ക്യാമറ തന്നെ പറയണം. എല്ലാരും കൂടെ വേഗം കഴിച്ചിലാ നോക്കി. അതാ എന്താണ് ബെല്ലുമ്മ? ഞങ്ങളും വരട്ടെ എയർപോർട്ടിലേക്ക്. എന്റെ പൊന്നാര മക്കളെ, നിങ്ങളെ അച്ഛന്റെ കാര്യല്ലേ. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വിട് ചെന്നൈ, വിട് ബാംഗ്ലൂർക്ക് എന്നായിരിക്കും പറയുക. ഞങ്ങളെ കൂട്ടിയില്ലെങ്കിൽ ഇവിടെ ഷൂട്ടിംഗ് നടന്ന കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ചതിക്കല്ലേ മുത്തേ. ബാവുട്ട് വരുമ്പോ ഒരു പെട്ടി നിറച്ച് മുട്ടായി കൊണ്ട് തരണ്ടട്ടാ. പാറു വാ. ട്യൂഷൻ വേണോ മിസ്? ആ ട്യൂഷൻ വേണം, വാ വാ. ഇതാണ് നമ്മളെ ഇന്ത്യൻ ഉറുപ്പിയന്റെ പവർ. 4 or 5 ഫോറിൻ നോട്ട് തന്ന ഒരു കുട്ടിച്ചാക്ക് കൊള്ളണ പൈസയും വാങ്ങിപ്പോകാം. നല്ല റേറ്റ് ആണല്ലോ അലിവേ. ആ സൂപ്പർ റേറ്റ് ആണ്. നിങ്ങൾക്ക് സ്പെഷ്യലാ എല്ലാം കൊടുക്കാണ്ടോ? എവിടെ ഇഷ്ടാ, വീട്ടിലെത്ര തീരാണല്ലോ ഉള്ളൂ. ടീം വെയിറ്റിംഗാ. ശരി. അതെ ഡോളർ ഡറംസ് അൽവേ വാങ്ങ. സംവേദാനം തമ്പി കണ്ണന്താനം. സേതോട്ടം വരണുണ്ടോ? ആ ഫ്ലൈറ്റ് ഇറങ്ങിക്കണം. ആ ഇറങ്ങി. അന്റെ ഷൂട്ടിംഗ് എങ്ങനെ പോണു? എന്താ ഭൂനെന്തരണോ മുണ്ടാണ്ടെന്നാ ജി. അങ്ങനായ സേതുവട്ടന്റെ മുന്നിൽ അങ്ങനെ ജാ വർത്താനം പറഞ്ഞാണ്ടല്ല ചവിട്ടി കൂട്ടിക്കളും. എന്താ വർത്താനം ബാവുട്ടേ? ഉസാറല്ലേ കുട്ടികള്? ആലോചിക്കൊന്നുമില്ല. സേതോട്ടാ ബഹുമാനിച്ചിട്ടോ. അലവി ഭായ് ആ പേരിലൊരു സിനിമ എടുത്തല്ലോ ബാവുട്ടി. എയർപോർട്ട് ഭരിക്കുന്ന ദാദയുടെ കഥ. അത് നന്നാവും. ഓന്റെ റോളി മോഹൻലാൽ വരണം. എന്നാ കലക്കും. കാഴ്ചക്കൊരു കട്ട് ഉണ്ടേനും. സിനിമന്റെ കാര്യമൊന്നും പറയണ്ട സേതോട്ടാ. ആ ഭൂനന്ദന്റെ കഥ തന്നെ എടുക്കണ്ടത്. അതാകുമ്പോ സൂപ്പർ ആവും. അതാ രാജചന്ദ്രൻ. അതവന്റെ എളാപ്പ. നിങ്ങൾ പോന്നാ നിങ്ങള്. ഞാൻ വിളിക്കാം. എനിക്ക് കുറച്ച് ഡോളേഴ്സ് വേണം. ആയിക്കോട്ടെ. ആ ബാവുട്ടേ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ടേ? ഞാൻ ആ ചെക്കനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആരാണ്ടാ ബാവുട്ടിനോട് പാർക്കിംഗ് ഫീസ് ചോദിക്കാനുള്ളത്? ഇതെന്നാണ് ഇത് എയർപോർട്ട് ആയത്? നമ്മള് രണ്ടാളും പട്ടം പറത്തിച്ചടന്ന കാക്കഞ്ചേരി കുന്നല്ലടത്. വിമാനം പറത്തണമെന്ന് പറഞ്ഞപ്പോ നമ്മള് പട്ടം താഴ്ത്തി പറപ്പിച്ച് ആകാശം ഫ്രീ ആക്കി കൊടുത്തു. അതല്ല ഉണ്ടായത്. നോക്കണ ബാവുട്ടി ഒന്ന് നിർത്ത. പൈസ അല്ലേ? നിർത്ത്. വിട്ടോ സേതോട്ടാ, നേരെ മോങ്ങത്തിന് വിടണം. ബ്രോക്കർ ചെയ്ത് കുഞ്ഞാപ്പോജിയുടെ വെയിറ്റിംഗാ. നടക്കോ അത്? ഉറപ്പല്ലേ? അഡ്വാൻസ് വിശാലം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ബാവുട്ടി എല്ലാം മോങ്ങം കുഞ്ഞാപ്പാജി പെരേക്കെന്ന് വിളിച്ച് പറയണ്ടേ? നമുക്ക് ഈ പണി പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിലേക്ക് എത്താം. കേറ്. അല്ല പുതിയ വണ്ടിന്റെ കാര്യം എന്തേ? BMW X5 എങ്ങനെയുണ്ട്? ബുക്ക് ചെയ്താ? പക്ഷെ നമ്മുടെ റോട്ടിലിട്ട് തന്നെ ഓടിക്കണ്ടോ? റോഡ് എങ്ങനെയാ കിടന്നോ? അതിന്റെ സ്റ്റാറിങ് ആയിട്ട് തന്നാ മതി. നിങ്ങളെ ഞാൻ എത്തിക്കണ്ടോടത്തെത്തി. പറഞ്ഞിലും നേരത്തെ. ആകെ കോയമാന്തരായിട്ട് എന്തേ? നീ വരി. 10-60 അവകാശികളുണ്ട് തറവാട്ടില്. പക്ഷെ കുഞ്ഞാപ്പാജിയാണ് തീരുമാനം. അതിന്റെ മേലെ ആർക്കും വോയിസ് ഇല്ല. ഉണ്ടായിരുന്നൊക്കെ വിറ്റ് തീർത്ത് ഇനി ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. ഇന്നാണ് ഞാൻ സേതു മുതലാളിയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ പറച്ചിലാണ്, ഹിന്ദുവിന് സ്ഥലം കൊടുക്കുന്ന പ്രശ്നമില്ലാന്ന്. അതെന്ത് വർത്താനാണ് സേതുക്ക? എനിക്കത് ചോദിക്കാൻ പറ്റുമോ? ചിലക്കാണ്ട് പോടാന്ന് പറയും എന്നോട്. പൈസ എന്താ സേട്ടാ ചെയ്യാ? ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? കാര്യമില്ല. ഒന്നാമത് പറയുന്നത് തിരിയൂല. സൈഡ് കൊഞ്ഞെടുക്കുമല്ലേ. എന്നെ പോലെ ചിലർക്ക് മൂപ്പര് എന്താ ഉദ്ദേശം പിടികിട്ടു. ഏതായാലും അങ്ങനെ തിരിച്ചു പോകാൻ ഞാൻ റെഡിയല്ല. പോയി ചരിത്രം എനിക്കില്ല. ആവട്ടെ, പോയിച്ച മുതലല്ലേ കിട്ടായുടെ പോവാന്. ഹിന്ദുക്കല്ലേ ഹാജിയാര് മണ്ണ് കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളൂ. വണ്ടൂരിന്നൊരു ബാവുട്ടി ഹാജി വന്നാലോ? കുഞ്ഞാപ്പു ഹാജിക്ക് അത് പ്രശ്നമല്ലല്ലോ. അസ്സലാമു അലൈക്കും. മാലൈക്കും. ഓ
സലാം അടിക്കതാ. ആ വണ്ടൂരിന്നാ. ബാവുട്ടിന്ന് വിളിക്കും. ബാവുട്ടി ആ ജിന്നും പറയും. വണ്ടൂരൊക്കെ നന്നായിട്ട് അറിയൂ. കുഞ്ഞാല ഹാജിനെ അറിയോന്ന്? പയ്യമ്പ്ര കുഞ്ഞാല മുതലാളി എന്ന് പറഞ്ഞാല് ഇക്കാലത്ത് അറിയൂ. പഴയ ലോകിയക്കാരനാ. വെല്ലിപ്പാന്റെ കുടുംബ ഇളയ പെങ്ങളെ പറഞ്ഞയച്ചത് അങ്ങട്ടാ. ഇരിക്കാന് അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. അച്ചാടെ നിന്നിട്ട് പോയിക്കോളി. റേസറിങ്ങളെ സൗകര്യം പോലെ. ഹിന്ദുക്കൾക്ക് മണ്ണ് കൊടുക്കൂലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ നാളെ മറിച്ച് അന്യജാതിക്കാർ കൊടുത്ത ആജിയാർക്ക് ഫീലിങ്സ് ആകോ? അത് പ്രശ്നമല്ല. മൂപ്പര വാപ്പാ കൊടുത്ത വാക്കാന്നാ പറയുന്നത്. അത് മാറ്റാൻ മൂപ്പർക്ക് പറ്റൂലെന്ന്. മൂപ്പരുടെ വാപ്പാന്റെ സഹോദരി ഒരു ഹിന്ദുവിന്റെ ഒളിച്ചോട് പോയതാ. അതാണ് ഇതിന്റെ ഒരു കാരണം. അപ്പൊ ആജിയാരെ അഡ്വാൻസ് 50 റുപ്യ ക്യാഷും 50 ഡ്രാഫ്റ്റും കൊണ്ടുണ്ട്. ആ തന്നോളി. ഇങ്ങോട്ട് കാട്ടി. ബാക്കിയൊക്കെ ബാവുട്ടായി പറയും പോലെ എങ്ങനെയാന്ന് വെച്ചാല് ഇൻഷാ അല്ലാ എല്ലാം നല്ല നിലക്ക് നടന്നു കിട്ടട്ടെ. ഇന്ന് അടുത്ത ഇളയ മൂരിക്കുട്ടന്റെ ഇറച്ചിയുണ്ട്. ബാവുട്ടായി കുറച്ച് കൊണ്ടുപോണെന്നാ പറയുന്നത്. അതിനെന്താ, ആയിക്കോട്ടെ. ഇതാരാന്നാ ചോദിക്കുന്നത്? എന്താ ഇപ്പൊ പറയാ? ഡ്രൈവറാ. അത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഡ്രൈവർ ഇത്ര കുളൂസുള്ള പാന്റും കുപ്പായം ഇട്ട് നടക്കാൻ സമ്മതിക്കരുത് എന്നാണ്. ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കിക്കോളാം. കുട്ടന്റെ ഇറച്ചി കുറച്ച് പൊതിഞ്ഞുകൊണ്ട് എടുത്തോളെ. 2 പൊതിയായിക്കോട്ടെ. കുറച്ച് എനക്കും കൊണ്ടുപോയി ഇല്ലാജാറെ. എന്തേ പറഞ്ഞത്? നിനക്കൊരു കണ്ടുപോകും തരുവില്ലാന്ന്. പിന്നെ പറഞ്ഞ് സഭയിൽ പറയാൻ പറ്റൂല. ബാവുട്ടി സോഡ. കുഞ്ഞാപ്പാജി ആൾ ടഫാണെങ്കിലും ഇറച്ചി നല്ല വെണ്ണ മാരിണ്ട്. കുഞ്ഞാപ്പു ഹാജി പാവം. 4 ദിവസം കൊണ്ട് മറിച്ചടിച്ചാൽ 4 സിയാർ കൈവരുന്ന കച്ചവട. ഈ ഹിന്ദുവിന് കൊടുക്കൂല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാ എനിക്ക്. അങ്ങനെ പറയാൻ പാവ ഹാജിയാർക്ക് ഒരു കാരണമെങ്കിലും ഉണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് മണ്ണ് കൊടുക്കൂല എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ. വിമാനത്ത് നിന്ന് കീപ്പെട്ട് നോക്കുമ്പോൾ അതിന്റെ രസം. മേലെ നോക്കുമ്പോ ഒരു നുള്ളു പോലെ തോന്നണ മണ്ണിന് എന്താ വില, എന്താ അതിന്റെ പേരിൽ കടിയും പിടി. ഓ എല്ലാം മണ്ണിൽ മുളച്ചതിനല്ലേ മണ്ണിൽ അവകാശം. അപ്പൊ മനുഷ്യന്മാർക്കല്ല, മരത്തിനും ചെടിക്കും ഒക്കെയാ ശരിക്കും. ബാവുട്ടി കൊടുക്കൈ അത്ത് ഡയലോഗ്. എപ്പോഴെങ്കിലും ബാവുട്ടി ഒരു ഡയലോഗ് പറയട്ടെ സേതോട്ടാ. പിന്നെ വനചേട്ടത്തി അറിയണ്ട നമ്മുടെ ഈ കലാപരിപാടികള്. 36 ഭാഷയെ പറഞ്ഞ ബാവുട്ടിയൊക്കെ ഞങ്ങളെ ഞാൻ തച്ച നിരപ്പാക്കുവേ. അതിന്റെ വർക്കത്താ സേതോട്ടാ നിങ്ങളെ പവറ്. ഞാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞതിന് 1 കൊല്ലം മുമ്പാ ബാവുട്ടി നിന്നെ എനിക്ക് കിട്ടിയത്. ആ വർക്കത്തിലാ സേതു കൈവച്ച കളി എല്ലാം ജയിച്ചതും. അവള് വന്ന് കേറിയതും വർക്കത്ത് തെളിഞ്ഞ ശേഷം. മുന്തിയ വർക്കത്തല്ലേ എത്തീമിന്റെ വർക്കത്ത്. എന്ത് എത്തീമിടോ ഈ പറഞ്ഞ എനിക്കാരാ ഉള്ളത്? അവളും കുട്ടികളും പിന്നെ നീയുമല്ലാതെ. സ്വന്തം ചെറുകിൽ പറന്നു പോകണത് കാണാൻ നിൽക്കാതെ പോയില്ലേ ജന്മം തന്നവര്. ഞാൻ സങ്കടം പറയല്ലേ. ഒരു കണക്കിന് ഞാനല്ലേ ഭാഗ്യവാൻ. ആരുമില്ല എന്നല്ലാരും ഉണ്ടേൻ. പക്ഷേ നിങ്ങൾ എന്നോടൊരു ചതി ചെയ്ത് ആ 7 സെന്റ് ഭൂമി എന്റെ പേരിൽ വാങ്ങിയതേ. അതും കൂടി ഇല്ലേനെങ്കിൽ ഈ ഭൂമിയിലെ ഒരു കണക്ക് ബുക്കിലും ബാവുട്ടിന്റെ പേരുണ്ടാവില്ല. ഇംഗ്ലീഷിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിന്റെ നാമത്തിൽ. ഇപ്പൊ ബാവുട്ടിയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇതാണ് ബീഫ് കറി. ഏതേലും കുശിനിക്കരത്തേക്ക് ഉണ്ടാതിരിക്കും. വലിയ വീട്ടിലെ മുതലാളി കൊടുത്താവും. നല്ല വെളുത്ത് തണ്ടും തടിയുള്ള ഒരു സുജായി. ഒരു ദിവസം ബാവുട്ടി അങ്ങോട്ട് വരണ്ട്, ഞമ്മക്കൊന്ന് കാണേണ്ടി വരൂട്ടോ. ലച്ചു അതിങ്ങത്താ ഓടല്ല കുഞ്ഞി, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ലച്ചു ലച്ചു അവിടെ നിക്ക്. ഇല്ല ഞാൻ നിക്കൂല. നിക്കാനാ പെണ്ണ നിന്നോട് പറഞ്ഞത്. ഇല്ല ഈ ബലൂൺ എനിക്ക് വേണം. പൊരുങ്ങത്തി അത് ബലൂൺ അല്ല. എന്താ അമ്മ? കുന്ത പോയിരുന്ന് പഠിച്ചാട്ട പറു. ലച്ചുനെ കൊല്ലാൻ പോവാ? കൊല്ലും, നിന്നെയും കൊല്ലും. നീ നിന്റെ പാട്ടിന് പോയട്ടെ. ഒരു ബലൂൺ എടുത്തതിന് ഇത്രക്കും ചൂടാവണോ? ബലൂണ് നിന്റെ. ലച്ചു നിക്കടി, മറിയുമ്പോ പിടിക്കോളാം. ലച്ചു ലച്ചു മനുചേച്ചി ജസ്റ്റ് മിസ്. ഓളെ കയ്യിന്ന് സാധനം മേടിക്ക്. മാഡ് ഹൗസ്
ലച്ചു അയ്യോ, മര്യാദ തരൂല. കിട്ടുന്നെങ്കിൽ തരൂല. ലച്ചു, എനിക്ക് വേണം. ലച്ചു, അവിടെ പിടിക്ക്. ഓളെ കയ്യിൽ നിന്ന് മേടിച്ച്. വീട് മറിയമ്പി. മറിയമ്പി, വീട്, വീട്. എന്റെ ബലൂൺ. എന്റെ ബലൂൺ ഇങ്ങ് താ. ഇത് ബലൂണല്ല മിണ്ടല്ല നീ. എന്താ അതല്ലേ വേണ്ടാത്തതിന്റെ മുകളിലെ പെണ്ണിന്റെ കണ്ണുപോകും. ഈ കുരങ്ങത്തിനൊന്ന് കുളിപ്പിച്ചിരുത്തിയാട്ടെ. ഇതൊന്ന് പാക്കണ്ടപ്പത് പിള്ളേരല്ല. ബാലച്ചോ നമുക്ക് കുളിക്കാം. ആ. ആദ്യം നീ വിളിക്ക്. ലച്ചോ ഇന്ന് എന്റെ കല്യാണം മോളെ. അമ്മ റംലാൻഡി. അത് ശരിക്കും ബലൂണായിരുന്നോ? ആ അത് വേണ്ടി നേരത്തെ എന്റെ അച്ഛനും അമ്മയും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ കുളത്തിൽ വീഴില്ലായിരുന്നു. ശുക്കൂറെ ആ റംലത്തോടുത്തു. ആവത്തുണ്ട്. എന്താ റംലത്താ? എന്റെ യോഗ ഇങ്ങനെ ആയിപ്പോയി വനജേ. കരയല്ലപ്പാ, വാ നമുക്ക് ഉള്ളിൽ പോവാ. മൊഞ്ചു കൂടുന്ന പെൺകുട്ടിയൊക്കെ ശാപാന്ന് പറയായിരുന്നു. അത് ശരിയാണ് വനജേ. അതിനിപ്പോ എന്തെന്നുണ്ടായിനേ? എല്ലാം വേണ്ടിയ പോലെ പഠിച്ചോ തന്നു. കൂട്ടത്തിൽ ഈ തീരാത്ത സങ്കടം. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടേ ഉള്ളു മോളെ. അനക്കെ അത് തിരിയൂ. എന്റെ റംലത്ത നിങ്ങ ഒരു 5 മിനിറ്റ് ഇടിയിരിക്കെ. എല്ലാം ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് പറയാം. എന്നാലും എന്റെ പൈസോ. എന്തേ ഫൈസു അതന്നെ കരയും മിട്ടല്ല. എല്ലിന്റെ ഉള്ളിൽ തിന്നുന്ന ചോറിന്റെ വറ്റ് കൊടുങ്ങുമ്പോ ഇങ്ങനെ കരയും. എന്ത് നാടി ഇങ്ങനെ ദുഷ്ടതരം പറയുന്നു? ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഫൈസുല്ലേ ഇവിടുത്തെ സേതുവേട്ടന്റെ ആസ്മാതി ഓനുമായിട്ട് തള്ളച്ചില്ല പന്ന്. അതല്ല എനക്കറിയാം, മൂപ്പത്തി പറഞ്ഞു എന്നോട്. ഓളാനക്കാരൻ ദുബായില്, മക്കള് രണ്ടും കെട്ടും കഴിഞ്ഞ ഏതോ ഹലാക്കില്. ഹലാക്കിലല്ല, ലണ്ടനില്. ഏടെങ്കിലാവട്ടെ, തള്ളേന്റെ കയ്യില് പൂത്ത പൈസ സെറ്റപ്പിന് ഫൈസല്. ഈ പൂങ്കണ്ണീര് ലെപ്പിന്റെ ഇൻബിറ്റീൻ ഉണ്ടാവുന്ന തേങ്ങാ പിണ്ണാക്കിന്റെതാ. അതല്ല ഓരോ ആളെ പേഴ്സണൽ കാര്യല്ലേ, നമ്മ എന്തിനായില്ലല്ലോ. നാട് മുയിക്കുന് ഇത് തന്നെയാണ് കഥ. ചെല്ലി മാറ് തലോടി കൊടുത്താണി. ചങ്കിന്റെ ഉള്ളില് ലെപ്പിന്റെ ഉരുണ്ടുകയറ്റുണ്ടാവും. പൊടി ശരീരത്തില് നെയ്യ് കൂടിയന്റെ സൂക്കേടം അടിയാൻ മരുന്ന്. അല്ല പത്തല് വെട്ടി ചന്തിക്ക് കൊടുക്കണം. പോട്ട പോട്ടേന്ന് മറിയമ്പി. ഞാൻ ഞാൻ ഫ്രാൻസിസ് ആലൂക്കാസി പോയി വന്ന വയ്യ മോളെ. കുറച്ച് പഴയത് മാറ്റി വാങ്ങാൻ പോയതാ. എന്റെ അമ്മേ, കാര്യായിട്ട് പർച്ചേസ് നടത്തിയിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ടാ? സൂപ്പർ അല്ലേ? എന്നിട്ട് കേക്ക് ഫ്രാൻസിസ് ആലൂക്കാസിലെ സെയിൽസ്മാൻ മുനീർ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഫൈസ് മിനിഞ്ഞാന്ന് അവിടെ പോയി ഒരു അറിഞ്ഞാണം വാങ്ങിന്ന്. അത് ആർക്ക് കൊടുക്കാനാ അത് പറയിച്ച്. അതിപ്പം വീട്ടിലായിരിക്കെങ്കിലും. ആർക്ക്? ഒന്നുമ്മക്ക. ചതിയാണ് മോളെ. ആരോ ഉണ്ട് എന്നോട് മറിച്ചു വെച്ചിട്ട്. അവൻ ആരോടോ എന്തോ ഇടപാടുണ്ട്. ഇജ്ജ് പറ, ഞാൻ ഓനെന്താ കൊടുക്കാത്തെ? പൈസക്ക് പൈസ, റോളിങ് നടത്താൻ പൊന്ന്. എന്റെ ജീവൻ ഞാൻ കൊടുത്തില്ലേ. എന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ മോളെ വനജേ. റംലത്ത ചെലപ്പോ നിങ്ങക്ക് തരാൻ വേണ്ടി തന്നെ മേടിച്ചാന്നെങ്കിലോ? ആന്ന് ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുതരാനാണെങ്കിലോ? ആയിരിക്കോ മോളെ? അങ്ങനെ വിചാരിക്കേ. ആയാ മതിയേന്നു. ആ ഇവിടുത്തെ കാറാന്ന്. സേതുവേട്ടൻ രാവിലെ ദുബായിന്ന് വന്നിട്ട് ഇതാ ഇപ്പളാ വീട്ടിലെത്തുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. താങ്ക് യു മുത്തേ. ആ വനച്ചേട്ടി റംലാബി ഇറങ്ങായ. ഈ പോക്കില് നമ്മടെ മൂപ്പിനെ കണ്ടിനോ? സമയം ഉണ്ടായില്ല, ദുബായിലൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഹലോ ലച്ചുവിന്റെ ഫേവറേറ്റ് പാറു നിനക്കുള്ളണ്ടേ. എന്തും മര്യാദ രാമന്മാരാ നോക്കി അച്ഛന്റെ മുമ്പില്. വരട്ടെ വനജേ. ആ ശരി. അല്ലപ്പ എയർപോർട്ടിൽ നിന്ന് നടന്നു വന്നാൽ കൂടി ഇനി മുമ്പ് എത്തുമായിരുന്നല്ല. വരുന്ന വഴിക്കൊരു മലങ്കോള് കിട്ടി. ബാവുട്ടി ഹാജി 12.5 കോടി രൂപയുടെ സ്ഥലമാണ് കച്ചവടാക്കിയത്.
കേക്കണ്ട. നിങ്ങൾ ഉച്ചക്ക് എന്തെല്ലാം കഴിച്ചിനാ? നമ്മളെന്താ ബാവുട്ടി കഴിച്ചത്? ചോറ്, സാമ്പാർ, അവിയല്, പച്ചടി, കിച്ചടി. ആ ആ വാഴക്കാട് ഒരു വെജിറ്റേറിയന്റെ പീടിയ. എന്താ വെപ്പ്! നല്ല നാടൻ കടങ്ങുണ. ആ പിന്നെ മോര് വെച്ചാൽ പപ്പടം. കൈയൊന്ന് കാണിച്ചാട്ടെ. ദാ. അതല്ല മറ്റ് ബീഫ് ബീഫ്. ബാവുട്ടിക്ക, ഈ മനുഷ്യന്റെ കൊളസ്ട്രോൾ എത്രയാണെന്നറിയോ നിങ്ങക്ക്? എന്റെ പൊന്നാര വനിച്ചെടുത്തി, അതൊരു ഇളയ കുട്ടനേനു. ഈ കൊളസ്ട്രോൾന്ന് കേട്ടിട്ടും കൂടിയില്ലാത്തൊരു ചെറിയ മോൻ. വണ്ടിന്ന് നിങ്ങളെ ഗ്യാസ് അടുപ്പും ചെട്ടിയും ഞാൻ എടുക്കുവേ. ഒരു വഴിയോര പാചകം. നടക്കങ്ങോട്ട്. ഇനി കുറച്ച് ദിവസം എന്റെ മോന് ചോറും തരൂ കേട്ടാ. ശരി ആയിക്കോട്ടെ. നടക്ക്. ബീഫിനെതിരായിട്ട് വലിയ ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് നാട്ടിൽ. അപ്പൊ പൊറാട്ടന്റെ കാര്യോ? അതിനെ നാട് നിർത്താൻ വേണ്ടി നടക്കില്ല എല്ലാരും കൂടെ. ഓല് ചെയ്യണ കുതിരത്തിന് ഓലിക്ക് സ്റ്റേറ്റ് അവാർഡ് കൊടുക്കണം. അമ്മാതിരി കെതുമത്താണ് ഓല് രണ്ടാളും ചെയ്യണതേ. എന്താ എന്റെ അലയിൽ കാക്ക ഉറിയ? അത് രാവിലത്തെ മേക്കപ്പ് നര നര. രാവിലെ ചെയർമാൻ ഭുവനേന്ദ്രൻ സാറ്, ഇപ്പൊ അതേ സ്ഥലത്ത് ഡൈവർ ബാവുട്ടി. ഇതാണല്ലേ ബാവുട്ടിയൊക്കെ ജീവിതം. അത് മാത്രല്ലടി, പൊൽച്ചക്കും വൈകുന്നേരവും രാത്രിയിലും ഈ പണിക്കാരത്തി മറിയമ്പ തന്നെ. അതും ഒരു ജീവിതാ. അതുകൊണ്ട് വെക്ക്, കൊണ്ടക്കടി. പടച്ചോനെ, നാവുകൊണ്ട് ദുനിയാവ് മുഴുവനും പൊന്തിച്ചു പിടിക്കുമല്ലോ. പറയുമ്പോ എല്ലാരും വാട്ടർ ഫ്രണ്ട് എന്നൊക്കെ പറയും. ആ ചതുപ്പിന്റെ കരയുള്ള സ്ഥലമല്ലേ ഈ പറയണത്? ഫൈസലേ, ആ ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ഓക്കെ. അറിഞ്ഞാണ് റംലാത്താക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചാന്നും പറഞ്ഞിട്ടാണ് ഞാൻ സമാധാനിപ്പിച്ച് വിട്ടത്. പടച്ചോനെ, അപ്പിനി ഒന്നുകൂടെ വാങ്ങണല്ല. എടാ, കറുത്ത ബ്രീഫ് കേസ് പറഞ്ഞേ. ആ. അതിന്റെ അകത്തൊരു കുപ്പിയുണ്ട്, അതിങ്ങെടുത്തോ. ഇനിയും കുടിക്കാനാ? എന്തെന്നാ ചെയ്തു കേട്ടാ. ഇന്ന് പകല കുടിച്ചല്ലേ, ഇന്നിന് വേണ്ടേ? പറയുന്നത് കേക്കടി. കേക്കൂല. ഓരൊറ്റ ചവിട്ട് വെച്ചാന്നുണ്ടല്ലോ പെട്ടി തുറക്കടി. ചെയ്തു കേട്ടാ, ഇത് നല്ലതിനല്ലേ. എന്റെ കൈ കൊണ്ട് ഞാൻ എടുത്തു തരൂല. നിന്റെ കൈ കൊണ്ട് ആ പെട്ടി തുറക്കും, അതെടുത്ത് തരുകയും ചെയ്യും. അനുസരണ വേണോടി ഭാര്യയായ. ഒന്ന് വിചാരിച്ചാ പിന്നെ അതല്ലേ നടത്തൂ. ഈനകത്ത് കുപ്പിയും ചാക്കൊന്നുമില്ലേ? എടാ, അതിന്റെ അകത്തുണ്ട്. ഇല്ലാന്ന്. ഈനകത്ത് ചെറിയൊരു പെട്ടിയുണ്ട്. എന്നാ അതെടുക്ക്. വന്നു വന്നപ്പോ പെട്ടിയില്ലാന്ന് പാക്ക് ചെയ്യല്. തുറക്കടി. എന്തല്ലല്ലോ ഇപ്പൊ അതിന് കാണണ്ട്. ഈശ്വരാ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. മേടിച്ചിട്ട് വരുന്നു വിചാരിച്ചിട്ടില്ലേ? ബുദ്ധിമുട്ടായ? ഇങ്ങോട്ട് വാ. ഇത് സകല പെണ്ണുങ്ങളും പറയുന്ന സുഖിപ്പിക്കൽ ഡയലോഗാ. ഇതില്ലാതെ വന്നിരുന്നേ കാണായിരുന്നു. ചെറിയ മുഖം കരപ്പിക്കലും കാരണമില്ലാത്ത ദേഷ്യവും. ഇതിലൊന്നും ഫ്ലാറ്റ് ആവാതിരിക്കണെങ്കിലേ പെണ്ണ് മദർ തെരേസ ആവണം. മഞ്ചേരിയ? ആ ശ്രീകണ്ഠ പറഞ്ഞോളി. ബൗട്ടിയാക്ക 10 മണിക്ക് മുമ്പ് തന്നെ എത്തണേ. ആ ജോസാറായിട്ടുള്ള കോമ്പീസിനാ മൂപ്പരെ ഉച്ചയാകുമ്പത്തിന് ഫ്രീ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ എത്തിപ്പോയി. ഒറ്റ ബൗട്ടിയാക്ക ഗോപിയാ വരുമ്പോ പച്ച ഷർട്ട് കൊണ്ട് എടുക്കണേ, മറക്കരുത്. നമ്മളാ സോങ്ങിനിട്ട് വെച്ചാ ഓർമ്മയില്ല? ആ ഓർമ്മണ്ട് വെച്ചോ. ആ ശരി ശരി ശരി. പടച്ചോനിത് എത്തപ്പത്. മറിയമ്പേ, മറിയമ്പേ, മാറിയം. തൊള്ള പൊളിക്കേണ്ട പഹയാ, ഞാൻ ചത്തിട്ടില്ല. എന്തത് നോക്കട്ടെ, അതൊരു ഒലക്കല്ലേ? ഒലക്കാണ് എന്റെ കയ്യിലാച്ചാതെ എപ്പ എന്റെ തലയിൽ വീണ് നോക്കിയാ മതി. വല്ലാണ്ട് വീഴും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടിയേ? ഇതെന്ത് പണ്ടരത് കറേ ആയിരിക്കും. കുപ്പായത്തിന്റെ മേലെ കറ പറ്റും, ചേറ് പിടിക്കും, കവുകെ അതങ്ങ് പോവുകയും ചെയ്യും. പിന്നെ എന്താണ് പോത്തെ ഇത് പോവാത്ത്? അത് കവുകിയിട്ടുണ്ടാവില്ല. പിന്നെ ബാവുട്ടിയക്ക, നിങ്ങളുടെ തുണിയും കുപ്പായും കവുക ഒന്നെങ്കിൽ നിങ്ങൾ ശമ്പളത്തിന് ആളെ നിർത്തണം, ഇല്ലെങ്കിൽ പെണ്ണ് കെട്ടിയിട്ട് ഓളെ കൊണ്ട് ഹൗസായിട്ട് ചെയ്യിക്കണം. എന്തിനാടി ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാ പോരെ? അതാകുമ്പോ പോയത്തും പറയൂല്ല പെറുവില്ല. ബാവുട്ടിയക്ക, ദാ വരുന്നു നിങ്ങളുടെ ഹുസ്നുൽ ജമാല്.
വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ വിഷ് യു എ ഗുഡ് ഡേ ഓഫ് ഷൂട്ടിംഗ്. അൽഹംദുലില്ലാ. ഇന്നെന്താ നൂർജാന രാവിലെ? ഉച്ചക്ക് മാനം കണ്ട് മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോണം. അങ്ങനെ അച്ചായ 50 ഇവിടെ തരാം, ബാക്കി ഡോളേഴ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അച്ചായ ഞാൻ തിരിച്ചു വിളിക്കാം. എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, രാവിലെ വേറൊരു ചൊറ തീർക്കാനുണ്ട്. വരി. നമസ്കാരം ഫൈസു. ഇങ്ങോട്ടിരിക്കാം. കുഞ്ഞി എന്ത് നാക്കുന്നാടാ? ഒന്നും ആക്കുന്നില്ല, ഞാൻ മുസ്ലിം കുട്ടിയാവാ. നല്ല രസമുണ്ട് കേട്ടാ. നിന്നൊരു ഹാജിയാരെ കൊണ്ട് മംഗലം കഴിപ്പിക്കാട്ടാ. ഓള് ബാവുട്ടിയാക്കാനെ കേട്ടെന്ന് ഇന്നലെ പറയുന്ന കേട്ടല്ലോ. അയ്യോ, അപ്പൊ നൂർജഹാൻ എന്നാക്കല്ലേ? നിങ്ങൾ ഈ പോത്തിന്റെ വർത്താനം കേൾക്കാൻ നിക്കല്ലേ, ഓക്ക് മൂച്ചിപ്രാന്താണ്. മൂച്ചിപ്രാന്ത് നിക്കല്ല, എന്റെ വാപ്പ ഇസ്പാക്കാന്നല്ലേ ഈ പറയാൻ പോണത്. അത് ആ പാവത്തിന്റെ എന്റെ അടുത്ത് പകർന്നേ ഞാൻ പറയൂ. വന്നിക്കണ മോളെ കാണാൻ ചെല്ല്. പടച്ചോനെ നേരോ? പാവാന്ന്. ചെലപ്പോ അല്ല നിങ്ങ വല്ലാണ്ട് പറയുന്നുണ്ട് ബാവുട്ടിക്കൈന. ഓളെ നാവോ പറന്നു പോണ കാക്കക്ക് ഏണി വെച്ച് കേറി കുറ്റം കണ്ടുപിടിക്കുന്ന പച്ചയോള്. പിന്നല്ലേ എന്നെ പോലെ ഭൂമി കൂടെ നടന്നു ഒരു കാക്കാനെ വെറുതെ വിടുന്നു. എന്തപ്പോ ഉമ്മറത്തെ സ്ഥിതി? പൈസ വന്നിക്കണ? ഏക്കറും സെന്റും എല്ലാം മാറിയിട്ട് ഇപ്പൊ മണ്ണിന്റെ സ്ക്വയർ ഫീറ്റ് അളന്നിട്ടില്ല കച്ചവടാന്നാ തോന്നുന്നു. ലക്ഷം ലക്ഷം കോടി കോടി. അത് കേൾക്കുമ്പോ തന്നെ എന്റെ തല ചുറ്റും. നിങ്ങളെ സേതൂട്ടൻ മേപ്പെട്ടൊക്കെ നോക്കി നടക്കുന്ന ആളാ. അപ്പൊ ഉയരത്തിലേക്ക് തന്നെ പോവോ? ഞാനൊക്കെ കീപ്പെട്ട് നോക്കി നടക്കുന്ന കൂട്ടത്തിലാ. അപ്പൊ എന്നും നിക്കണ മണ്ണിൽ തന്നെ മുട്ടിത്തിരിയും. താഴെ നോക്കി നടന്ന എടി പോവില്ല ബാവുട്ടിക്ക. കോഴിക്കോട്ടൊന്ന് പോണം മോളെ. എന്തിനാ? വല്യങ്ങാടി പോണം. ഉണ്ണീരിക്കുട്ടി മുതലാളിലൊന്ന് കാണണം. 4-5 ലോഡ് ഉണ്ടക്കൊപ്പര കൊടുത്തതിന്റെ പൈസ വാങ്ങണം. ഉണ്ണീരിക്കുട്ടി മുതലാളി മരിച്ചിട്ട് കൊല്ലം എത്രയേ വാപ്പ? ഇപ്പൊ അങ്ങനായോ? നിങ്ങളാ ഗുളിക മുടങ്ങാണ്ട് കഴിക്കണ്ട? ഓ, ഒക്കെ കഴിക്കുന്നുണ്ട്. ഒരു ബേജാറാണ് മോളെ, അതങ്ങോട്ട് മാറുന്നില്ല. കച്ചവടത്തിന്റെ കാര്യം നോക്കാൻ ഒരു ആൺകുട്ടിനെ എനിക്ക് പഠിച്ചോ തന്നില്ലല്ലോ. എന്നോ പൂട്ടിപ്പോയ കച്ചവടല്ലേ വാപ്പ, അത് നോക്കണ ആരും പടച്ചോ നോക്കിക്കോളും. എന്നാ പിന്നെ ഞാൻ പോട്ടെ മറിയമ്പിയെ. നിക്കി. ദാ അങ്ങാടിന്ന് എന്താ വാങ്ങണ്ടെന്ന് വെച്ചാ വാങ്ങിയിട്ട് പെരേക്ക് പൊയ്ക്കോളെ. ഓ പഠിച്ചോനെ, നേരെ നടത്തി കൊണ്ടുപോണേ. പൈസ എവിടെങ്കിലും കൊണ്ടുപോയി കളയുവാ? ഇല്ല ചേച്ചി, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബാക്കി കൃത്യമായിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് പിടിവിട്ട് പോകുന്നേ ഉള്ളൂ. Although it was raining, but we had the picnic. എഴുതിക്കാട്ടെ. Raining. Although it was raining, we had the picnic. Correct. അടുത്ത നോക്ക്. Like ice cream. Because I like ice cream very much എന്ന് എഴുതണം. Very much ice cream എന്നല്ല. Hello ലച്ചു. ലച്ചു അടക്ക്. ലച്ചു ഇവിടെ കൊണ്ടോട്ടെ. അടക്ക്. അടക്ക്. ഇത് കുറച്ചേരം ഞാൻ ഇടാം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ
ആ മഞ്ചേരി പറഞ്ഞോ. മാനേജർ ചന്ദ്രനാ പോരുമ്പോ ഒരു 10 രൂപ കരുതണേ, ഇവിടെ ആവശ്യം വരും. പൈസ ഉണ്ടല്ല, ബുദ്ധി ഉണ്ടാ സിനിമ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഉമ്മറത്ത് അന്വേഷിക്കുന്നുണ്ടേ. അതിങ്ങോട്ട് നീക്കി വെക്കടാ. പ്രശ്നാക്കണ്ട, നിങ്ങളിത് തൽക്കാലം യൂസ് ചെയ്തോളി. നിങ്ങക്ക് ബ്ലാക്ക് തന്നെ വേണല്ലോ. എന്താ ഫൈസോ? മാനിക്ക പറഞ്ഞ പോലെ തന്നെ പ്രശ്നമാക്കണ്ട, എടുത്തോളി. ബാവട്ടെ ഓയ്. അതെടുത്തോ. ആ. അൻസാർ ടൂറിസ്റ്റ് ഹോമിൽ പോവാ, അവിടെ ബാവയ്ക്ക ഉണ്ടാവും. ആ ചാക്കിന്ന് ഒരു ബാഗിലേക്ക് മാറ്റിക്കോ. അല്ല, ഒരു 10 റുപ്യ വേണമെന്ന് മാനേജർ ചന്ദ്രൻ വിളിച്ചിനി. അല്ല മോനെ, ഇത് ഏടെ പോയി നിക്കല്? ഇപ്പൊ തന്നെ 1.5 ലക്ഷം ഉറുപ്പിയായേ. ഹലാക്കിന്റെ കൊടി 5 കുത്തി ഒന്ന് തീർന്നു കിട്ടിയാ മതി. ഈ ചാക്കിലെന്തെന്ന്? ഇത് കേശ ശേഷം. എന്നിട്ടാണ് 16 രൂപ എന്നോട് ചോദിക്കുന്നത്. ചാക്കിൽ ക്യാഷ് വെച്ചിട്ട് എന്തിനാ? ആരാന്റെ പൈസ അതിനിപ്പോ എത്ര കോടിയായാലും നമ്മളെ തലയിൽ വെച്ചാൽ ഞമ്മക്ക് ഗുണപ്പെടൂലല്ലോ. ഇനിയിപ്പോ ഇത് എത്തേണ്ട അടുത്ത് എത്തിക്കാണ്ട് ബേജാറ് തീരൂല. അൽവേ എവിടെ? ആ നിർത്ത് നിർത്ത്. എന്താ സാർ? എന്തേ ബാവുട്ടി, ഉച്ചയ്ക്ക് മിനിസ്റ്ററുടെ പ്രോഗ്രാം ഉള്ളതാ, എനിക്ക് ഡ്യൂട്ടിയാ. അതിനു മുമ്പ് നമുക്ക് ആ സീൻ തീർക്കണ്ടേ? അൻസാർ ലോഡ്ജിൽ ചരക്ക് എത്തിക്കാനുള്ളത്, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കോ. ഓ, അതൊക്കെ ലേറ്റ് ആവൂടാവേ. ഒരു കാര്യം ചെയ്, അത് അലവിയുടെ കൈ കൊടുത്തയക്ക്. അത് എന്ന് പറഞ്ഞ തേങ്ങാപ്പുണ്ണാക്കല്ല, പൈസ. അതിനെന്താ, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാലോ. ആ, അത് നന്നാവും. കാലണക്ക് കൊള്ളാത്ത ഏതൊക്കെ ഹറാത്തക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട്. ഇതൊരു നല്ല കാര്യത്തിനാവട്ടെ. ജേറ്റോ. ആ, നിങ്ങൾ രണ്ടാളും പോയി അഭിനയിച്ച് കലക്കി. പവിത്ര സാർ. താൻ അലവിയുടെ കൂടെ ചെല്ല്. സാർ. വടല്ലേ ആ, നടക്കങ്ങട്ട്. സംവിധാനം നോക്കി പോണട്ടോ. ആ. വലൈക്കും സ്ലാം. ഞാനിപ്പോ ഇവിടെ നമ്മളെ അൻസാർ ലോഡ്ജിൽ. ഇല്ലില്ല, ഞാനിപ്പോ കഴിച്ചില്ലാവും. ഇറങ്ങിട്ട് വിളിക്കാം. ഈ ബാവ എന്ന് പറഞ്ഞ ആള് ഏത് മുറിയില്ല? 28. 28ല്ല? ഓന്റെ അമ്മായിമാന്റെ 28. ഹലോ, ബാവയാണ്. ബാവക്ക, പോലീസ് ഇങ്ങളെയും തെരഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് വരുന്നുണ്ട്. അല്ലാ, വിട്ടോളി ബാവുക്ക, ആ പീഡന കേസായിരിക്കും നിലമ്പൂരെ. അതന്നെയായിരിക്കും. ഇതല്ല, ഇതുമല്ല. മോനെ, ഈ ബാവ എന്ന് പറഞ്ഞ ആളെ മുറി എവിടെയാണ്? ബാവക്ക നിക്ക്. ബാവക്ക ഓടിക്കോളി, ഓടിക്കോളി. ഇയാൾ എവിടേക്ക് പോണത്? താടിക്കാരൻ ആരാണ്ടാ? സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരിക്കും. ആയിരിക്കും. നിങ്ങൾ ഓടിക്കോളി. ബാവക്ക നിക്കി. നിക്കണവിടെ. കിട്ടൂല മോനെ. ഇയാക്കെന്താ പിരാന്തോ? സേതു, നല്ല സ്ഥലത്താ നീ കാത്തുക്കാൻ പറഞ്ഞത്. അവിടെ പോലീസിന്റെ 5 കളിയാ. ബാവുട്ടി ഇവിടെ എത്തിയില്ലേ? ഏത് ബാവുട്ടി? തടി കഴിച്ചതായി കിട്ടിയത് ഭാഗ്യം. ബാവുക്ക ഞാൻ വിളിക്കാം. ഈ ചങ്ങായി ഇത് എവിടെ പോയി കിടക്കുന്നു? ഈ ഡയലോഗില് ക്യാമറ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അതൊക്കെ ക്ലീൻ ഷേവ്. നമുക്ക് ടോപ്പ് നോക്കാം. അതിന് ക്രെയിന് വേണ്ടോ? പറയാലോ. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അയിമേക്കാരെ എനിക്ക് പേടിയാ. അലവിയെ എന്താ സേതുട്ടാ? എവിടെ ഉണ്ട്? കരിപ്പൂര്. ആ, ഞാനങ്ങോട്ട് വരാം. 7 നിലകളുള്ള മലബാർ ടവേഴ്സ് പൂർത്തിയാകുമ്പോൾ 7 നിലകളുള്ള ഈ മലബാർ ടവേഴ്സ് പൂർത്തിയാക്കുമ്പോൾ 70 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ നിർമ്മാണവും പൂർത്തിയായിരിക്കണം. 7ാം നിലയിലെ ഫ്ളാറ്റിന് കോളുകാർ നിരവധിയുണ്ട് ചെയർമാൻ. ശ്രീകണ്ഠ, അന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കട്ട് ഞാൻ പറയുന്നു. എന്നിട്ട് ഡയലോഗ് തെറ്റിപ്പോ എന്താ പറയാഞ്ഞേ? എന്താ തെറ്റിയത്? കോളുകാരല്ല, കോളുകൾ നിരവധിയുണ്ട് എന്നാണ്. അതിപ്പോ അർത്ഥം രണ്ടു വന്നല്ലോ. ആ, ശരി ശരി. കുഞ്ഞാപ്പൊക്കെ റെഡി അല്ലേ? നമ്മൾ റെഡിയാ. ആ, എന്നാ തുടങ്ങാം. ഓക്കെ, ക്യാമറ സ്റ്റാർട്ട്. റണ്ണിംഗ് ആക്ഷൻ. കോളുകൾ നിരവധിയുണ്ട്. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. അത് പുറത്തു കൊടുക്കണ്ട. നീന്തൽക്കുളവും ഹെലിപ്പാഡുമുള്ള ആ നില എനിക്ക് വേണം. ഒപ്പം നമ്മൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളിൽ ഒരെണ്ണവും എനിക്ക് വേണം. ഒരു ചേഞ്ചിന് എനിക്ക് പാവപ്പെട്ടവരുടെ കൂടെയും താമസിക്കണം. ഓ ചെയർമാൻ, താങ്കൾ വ്യത്യസ്തമുണ്ട് എന്നും ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നു. You are under arrest, Mr. Bhuvanendran. ബാബുരാജ്, നീ? No.
രാജ്ബാബു, ഇൻകം ടാക്സ് കമ്മീഷണർ, ഇൻവെസ്റ്റിഗേഷൻ. എന്റെ ഡ്രൈവറായി അഭിനയിച്ചു. അങ്ങനെ നിങ്ങളുടെ മണി ട്രാൻസാക്ഷൻസിന്റെ മുഴുവൻ വിവരങ്ങളും ഞാൻ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല മിസ്റ്റർ ഭുവനേന്ദ്രൻ. സറണ്ടർ. എന്താണോ ഫ്രെയിമിലൊരു കാറ്? ഇതാണ് സേതുവട്ട പരിപാടി. ഓം വീഡിയോ എന്നാണ് തോന്നിയാസത്തിന്റെ പേര്. പേര് മലബാർന്നേനി. ഇതാര എസ് എ ജോസ്മോൻ. ഹീറോ ബൗട്ടി. എയ്ത്ത് ശ്രീകണ്ഠൻ, സംവിധാനം ഗോപി, നിർമ്മാണാരാ മള വനജെടുത്തി. നിനക്കിപ്പോ എന്റെ അടുത്ത് രഹസ്യങ്ങൾ മറച്ചു വെക്കാനൊക്കെ അറിയാം അല്ലേ പ്രൊഡ്യൂസറെ? ഇവരെല്ലാരും കൂടി എന്നെ പെടുത്തിയതാണ് സേതുവേട്ടാ. പൈസ കടം ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ എല്ലാം അറിയുന്ന പാറു ലച്ചു ഫിലിംസ് എന്നല്ല. ഇതിപ്പോ വായ്പാർ പഠിക്കല ഷംസു പൈസ ഇറക്കുന്ന പറഞ്ഞാണ് തുടക്കം. പക്ഷെ മെയിൻ റോളാ ബോറിന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ബാക്കടിച്ച്. മെയിൻ റോളില് ബൗട്ടിക്കും കണ്ടുണ്ടായിരുന്നു. ഓന്റെ ജീവിത കഥ എന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ ഇറങ്ങിയത്. പക്ഷെ കഥയിൽ ബൗട്ടി മുതലാളിയല്ലേ? ജീവിതത്തിലാവാൻ കഴിയാത്ത ആണല്ലോ ഇതിൽ കൂടി നടത്തി നോക്കണത്. അനാഥനായ കോടീശ്വര, എന്താ ഇതിന്റെ കഥ? കഥ എന്ന് പറഞ്ഞാല് അങ്ങനെ വലിയ കഥ ഒന്നുമില്ല. ഒരു അനാഥാലയത്തിൽ ജനിച്ചു വളരുന്നവനാണ് നമ്മുടെ ഹീറോ. ഈ ക്യാരക്ടർ ഹിന്ദു ആയനെ കൊണ്ട് യത്തീംഖാനെ മാറ്റി അനാഥാലയാക്കി. ഒരു വലിയ വീട്ടിലെ സ്ത്രീക്ക് ഉണ്ടായതാണ് നായകൻ. അതന്നെ നുണ. അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ മൂപ്പരെ അലവയാക്കാനും തങ്ങളിപ്പോ യത്തീംഖാനയിൽ കൊണ്ടുപോയി എന്നുള്ളതല്ലേ സത്യം? തെണ്ടിത്തിരിഞ്ഞടക്കേ അന്റെ പറച്ചിലടച്ച് കണ്ട പോലെ ഉണ്ടല്ലോ. അലവയാക്ക തന്നെയാ പറഞ്ഞ്. തെണ്ടി നടന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങാടിയില്ലേ ഇന്ന് കൂടുതൽ ടൈമും. മതിപ്പാ, ഇനി അതിന്റെ പേരിൽ കച്ചറൊന്നും വേണ്ട. ശ്രീകണ്ഠ നീ കഥ പറയടോ. പടം തുടങ്ങുന്നത് ഒരു പാതിരാത്രിയിലാണ്. മറവഞ്ചേരി കോവിലത്തെ രാജേശ്വരി തമ്പുരാട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുന്നു. പുറം ലോകം അറിയാതെ പ്രസവിച്ച 17-കാരിയായ ആ അമ്മ നെഞ്ച് തകർന്ന് വേദനയോടുകൂടി തന്റെ ഓമന പുത്രനെ ഒരു അനാഥാലയത്തിന് മുമ്പിൽ ഉപേക്ഷിക്കുന്നു. തുടക്കം കലക്കി. താങ്ക് യു. പിന്നെ കഠിനാധ്വാനത്തിലൂടെ അയാൾ ഒരു കോടീശ്വരനായി മാറുന്നു അല്ലേ? അതെ. സിനിമയിലാവുമ്പോ പിന്നെ അതല്ല എളുപ്പാന്നല്ല. ശരി, ഈ നൂർജഹാൻ ഇതിന്റെ അകത്ത് എങ്ങനെ വന്നു പെട്ടു? അത് ബാവുട്ടേക്കന്റെ നിർബന്ധല്ലേ നായിക ഓളെന്നെ വേണമെന്ന്? ഞാൻ ഇവിടുന്ന് നീച്ചുണ്ടല്ലോ. പഞ്ചായത്തെ ഉള്ളി പോകാൻ പറയും. ബാവുട്ടി ചൂടാവണമെങ്കിൽ എന്തോ കാര്യം കേട്ടോ. ഒരു മുഖബത്ത് ആരും അറിയാതെ നടക്കുന്നു എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് സേതുവേട്ടാ. തേങ്ങാപ്പുണ്ണാക്കാണ് മൊഹബത്ത്. വേണ്ടേ, ചിലതെല്ലാം ഞാനും കണ്ടിരി. എന്ത് കണ്ടിനി? സേതുവേട്ടാ, എപ്പോഴും നൂർജഹാൻ ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോ മൂപ്പര് ഉമ്മറത്തുണ്ടാവും. ടീച്ചറെ അങ്ങാടിയിലോടണോ? വേണ്ട ബാവുട്ടിയേക്കാൻ. ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന ഇതന്നെ. അതിനിപ്പോ എന്താണെന്ന് ഒരു മര്യാദന്റെ പേരിൽ ചോദിക്കണല്ലേ? എന്നിട്ട് ഓളെന്തെങ്കിലും കാർ കേറിയോ? ഏയ്, ഇത്രയുണ്ടായിട്ടുള്ളൂ വെച്ചാല് അതില് തെറ്റൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ ഇതൊന്നുമല്ല. ഞാനൊരു ദിവസം നോക്കുമ്പോ മൂപ്പരും നൂർജഹാനും തെളിഞ്ഞങ്ങനെ കിടക്കല്ലേ. ടൈമായി പോയി കല്യാണത്തിന് ടൈമായി പോയി. പേലിങ്ങനെ വിദ്യാഭ്യാസം ഒന്നുമുള്ള ആളായിരിക്കും. എന്നെ നല്ലോണം നോക്കൂ. നിങ്ങൾ അത് പറയും. നോക്കും, നല്ല നോക്കും, പൊന്നുപോലെ നോക്കും. എന്താ ബാവുട്ടിയേക്ക ഇതെന്നോണേ? കൈ നോക്കാനൊക്കെ എനിക്കറിയാം. പ്രൊഫസർ കുട്ടിന്റെ ശിഷ്യനാ ഞാൻ. രേഖമ്മ കണ്ടത് പറഞ്ഞു. അതിനിപ്പെന്താ? ഈ വിദ്യാഭ്യാസം കുറവുള്ള ആളാരാ മോനെ? അത് മൂപ്പരന്നെ, വേറെ ആര്? അതെന്റെ ബാപ്പ ഈസ്പാക്ക. ബാവുട്ടിക്ക, നിങ്ങ ഇല്ലതുപോലെ പറ, നമുക്ക് വഴിയുണ്ടാക്കാപ്പാ. നല്ല ആഘോഷായിട്ട് ഞാൻ നടത്തും. പറ. നിങ്ങൾ എന്താ സേതോട്ടെ പറയുന്നത്? വലിയ പഠിപ്പൊക്കെയുള്ള കുട്ടിയല്ലേ, പിന്നെ വയസ്സും കുറവല്ലേ? അതൊക്കെ ജീവിട്ടാളാ, പാവങ്ങളാ. 3-4 പെൺകുട്ടികളുള്ള വീടാ. ഒന്നും നോക്കാതെയും ചോദിക്കാതെയും ഒരു കുട്ടീനെ തരും. അതിനൊന്നും എന്നെ കിട്ടൂല. എന്തോ ഒരു ഇത് ബാവുട്ടിയേക്കന്റെ മനസ്സിലുണ്ട്. മൂപ്പര് നൂർജഹാനും തമ്മിൽ സോങ് പടത്തിൽ വേണമെന്ന് മൂപ്പര് പറയണ്ടേ? ആ, അത് ശരിയാ. അതിന് വേണമെങ്കിൽ ഊട്ടിയിലും പോവാന്ന് പറഞ്ഞിനി.
എടോ അത് സോങ് നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലേ? അങ്ങനെ പറയണെങ്കിൽ വേറെ ഉണ്ട് സംഭവം പണിയെടുത്തേ. നമ്മള് പൂവാലിനെ വരട്ടാൻ പോയത്. അതെന്താ കേസ്? ഓ അതൊരു പ്രേമിസ്റ്റ് താഴങ്ങാടിയിൽ ബസ് ഇറങ്ങിട്ട് ഇവിടെ എത്തുന്നവരെ നൂർജഹാന്റെ ബൈലന്നൊരുത്ത്. എനിക്ക് പേടിയായിട്ട് വയ്യ വഞ്ചെടുത്തേ. പോയി ഇപ്പൊ ഭീഷണിപ്പെടുത്താ. ഓൻ എന്തെന്ന് വേണ്ടത്? കാറ് കയറുന്നാ പറയണ കോഴിക്കോട്ട് വരെ പോവാന്ന്. ബൗട്ടിക്ക നിങ്ങ കേട്ടു ഇത്? നമ്മുടെ ഹീറോ അവനെ ഇടിച്ച് പണിയാക്കിയോ? മൂപ്പരോ? അതിനുള്ള ധൈര്യം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന ഒറ്റ വിളിയല്ലേ അൽവിയേന്ന് അന്നും വിളിച്ചു. അൽവേ, ബൗട്ടി സത്യം പറഞ്ഞാ പിന്നെ പെണ്ണി ചോദിക്കലും കല്യാണം നടത്തില്ല ഞങ്ങളേറ്റു. ഒന്ന് പറ ബൗട്ടിക്ക, നല്ല കുട്ടിയല്ലോള്. പറയടോ. നോക്കി ഒരു കാര്യം ഞാൻ പറയാം എല്ലാരോടും കൂടി. അൽവേ അന്നോടും കൂടിയാ. ഒരു പെൺകുട്ടിന്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനായോ? അല്ല പടച്ചോനെ, ആരൊക്കെയാണിത്? വരി വരി. ഇത് സേതു സാറ്. നമസ്കാരം. മൂപ്പര വീട് വനജാമ്മ. ഇത് നമ്മളെ SI ആണ്, ജോസ് മോഹൻ സാറ്. അലവിയും ബാവുട്ടിയൊക്കെ നമ്മളെ കുട്ടികളല്ലേ? നൂർജാനെ, നൂർ. ആരിത്? പുതിയ ഉണ്ണ പോലെ ഉണ്ടല്ലോ. വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അതറിയാതെയാണല്ലേ വന്നത്. പടച്ചോന്റെ കൃപണ്ട് എന്റെ നൂർജാന്റെ നിക്കാഹ് ഉറപ്പിച്ച്. നിക്കാഹ് ഉറപ്പിക്കേ? എന്താ എനക്ക് ചെവി വെക്കൂല? അല്ല അതെങ്ങനെ ഉറപ്പിക്കണേ? അതെന്താ ഓരോർപ്പിച്ച ഉറക്കൂലേ? ഒന്ന് പോയെങ്ങ. അനക്ക അറിയുവേ, നമ്മളെ കൊല്ലിയിലെ മരിച്ചുപോയ മുഹമ്മദ് ഖാന്റെ മോനാ. ഓനങ്ങ ഖത്തറില്ല. ഇത് ഓന്റെ കാക്ക സിദ്ദീഖ്. ബൗട്ടിയാക്ക നിങ്ങളെ കയ്യൊക്കെ പറഞ്ഞത് കറക്റ്റ് ആയിട്ടോ. വലിയ പഠിപ്പുള്ള ആളൊന്നും അല്ല. അത് ശാസ്ത്രല്ലേ, തെറ്റൂല. എല്ലാം പടച്ചോന്റെ തീരുമാനം, അല്ലാണ്ട് എന്താ പറയാ. വെരി അല്ലടോ, നിങ്ങക്ക് ചെക്കനെ ശരിക്കും ഇഷ്ടായിനാ? ഓ ഉള്ള സത്യം നമ്മളോട് പറയേ. ശരിക്കും ഇഷ്ടായിത്താ. ഫോട്ടോ കണ്ടപ്പോഴും പിന്നെ ഫോൺ വിളിച്ചപ്പോഴും എനിക്ക് ഓക്കെയാണ്. നമുക്ക് പോവാ അവനും ചേച്ചി. അത് പറ്റൂല, ബിരിയാണി കഴിച്ചിട്ടേ പോവാൻ വിടുള്ളൂ. എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് പോവാ. പിന്നല്ലാതെ ഈ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. എന്താ ബാവുട്ടി? എന്നാ പിന്നെ അതെങ്കിലും നടക്കട്ടല്ലേ. കോയി ആയിരിക്കും. അല്ല, ഇവിടെ വളർത്തുന്ന കാട്ടുപോത്താ. എന്നാ എനക്ക് പറ്റൂല. വേണമെങ്കിൽ വന്ന് ആക്കിട്ട് പോയെങ്ങ. എന്റെ മഞ്ചേരി. അച്ഛാ ഞാൻ അങ്ങോട്ട് വരാം. മഹാറാണിയിലല്ലേ? ഇല്ല വൈകില്ല. അച്ഛൻ ഇന്ന് എഗ്രിമെന്റ് ഇടാൻ കണക്കാക്കിട്ടായിരിക്കൂലേ ലാൻഡ് ചെയ്തത്? പിന്നല്ലാണ്ട്. ഇതിപ്പോ വെള്ളം കുടിക്കാൻ വന്ന പട്ടിയുടെ തലയിൽ പാത്രം കുടുങ്ങിയ അവസ്ഥയാ. ഒന്ന് ഊരി കിട്ടുകയും വേണം, ദാഹം തീരുകയും വേണം. ഇന്ന് പോയി എഗ്രിമെന്റ് ഒപ്പിട്ട പിന്നെ പണി തീർന്നു. ബാവുട്ടിയേ, ഈ 25% എന്ന് പറഞ്ഞാൽ ഞാൻ മെനക്കെടുന്ന പണിക്ക് കിട്ടുന്ന പീനട്സ് ആടാ. അച്ചായം കൊട്ടാരക്കരായിരുന്നുള്ള ഓപ്പറേഷൻ ഉണ്ടാവും. പണി മുഴുവൻ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. 50-50 അച്ഛൻ റെഡി ആവൂലേ? ആവും. അത് പറഞ്ഞതല്ലേ അന്നത്തെ ടൈറ്റിൽ ഞാനത് വേണ്ടെന്ന് പറയുകയും ചെയ്തു. പിന്നല്ലേ ഇത് ഗോൾഡ് മൈൻ ആണെന്ന് മനസ്സിലായത്. ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഷെയർ നമുക്ക് 50% ആക്കിയാലോ? പകുതി ഷെയർ എന്ന് പറഞ്ഞാൽ 10 കോടിയാവും. എന്ത് വിളിച്ച്? ഒന്ന് ഈ 10 കോടി താ, അല്ലെങ്കിൽ ഒരു ബുദ്ധി പറ. കേഷിന്റെ കാര്യം വിട്ടാളാ, ബുദ്ധിന്റെ കാര്യം നോക്കാം. മാറ്റർ പറഞ്ഞില്ല. ഒരു കാസിനോ? തൃശ്ശൂരത്തെ കാസിനോ വെക്കാൻ വെച്ചിക്കണ? അതല്ലടോ, കാസിനോ എന്ന് പറഞ്ഞ ഒരു ചൂതാട്ട കേന്ദ്രം, സ്ഥലം കൊളംബോ. അറാത്തിലെ ബിസിനസ് ആണ്. അതെന്തായാലും കയ്യിൽ കിട്ടുന്ന കാശ് ഗവൺമെന്റ് അടിച്ച് തന്നെ ആയിരിക്കും. കാസിനോ അല്ലേ? എനക്കറിയാം. മലേഷ്യയിൽ എന്നെ കൊണ്ടുപോയിട്ടില്ലേ? തുണിയില്ലാത്ത കുറെ പെണ്ണുങ്ങളും. എടി ഞാൻ അവിടെ പോയി കൗണ്ടറിൽ ഇരുന്ന് കച്ചവടം ചെയ്യാനൊന്നുമല്ല. എന്തെങ്കിലും ചെയ്. ബൗട്ടിക്ക നീ ഒന്ന് വന്നേ. ചെമ്മീൻ കറി വെക്കണോ പൊരിക്കണോ? നിങ്ങൾ മസാല പുരട്ടി വെച്ചോളി, ഞാൻ വരാം. ഇന്ന് കറിയല്ല പൊരിയല്ലാത്തൊരു പുതിയ ഐറ്റ ഫിഷ് മേരി. മേരിയല്ല മോളി. അതോളം അനുസത്തി സേതോട്ട. നിങ്ങളുടെ പെട്ട കുടുക്ക മസാല എന്താന്ന് പറഞ്ഞില്ല. എനിക്ക് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. നല്ല കാര്യം. അച്ഛനെ സമ്മതിക്കുന്ന പ്രശ്നമില്ല. സേതുവട്ടം കൂടെ ഇല്ലാത്ത ഒരു കച്ചവടത്തിനും മൂപ്പര് വെക്കൂല. അപ്പൊ എനിക്ക് 50% ഷെയറും വേണം. പക്ഷെ അതിനുള്ള പണം മുടക്കാൻ എന്റെ ഇല്ലല്ലോ.
അതിനെ അച്ചായനൊന്ന് പേടിപ്പിക്കണം. എങ്ങനെ? നിങ്ങൾ കച്ചവടത്തിൽ നിന്ന് മാറുക എന്ന് പറയണം. ഞാൻ മാറുകയാണെന്ന് പറഞ്ഞാ അച്ഛായന് ഭ്രാന്താവും. അങ്ങനെ വെറുങ്ങനെ മാറുകയല്ല. നിങ്ങളെ ഷെയർ നിങ്ങൾ വേറത്തിന് കൊടുക്കാന്ന് പറയണം. എന്നിട്ട് ഓനം കൊണ്ട് വേണം നിങ്ങൾ അച്ചായന്റെ അടുത്ത് പോവാൻ. ഓന അച്ചായന് ബോധ്യാവേ ചെയ്യരുത്. അപ്പ മൂപ്പര് നിങ്ങളെ കണ്ടീഷൻ എല്ലാം മൊയ്ക്കനെ സമ്മതിക്കും. അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ. അതിനൊരാളെ വേണല്ലോ ബാബുട്ടി. അല്ലപ്പാ, നിങ്ങക്ക് ഭുവനേന്ദ്രനെ കൊണ്ടുപോയിക്കൂടെ? നമ്മളെ ചെയർമാൻ മലബാർ ഗ്രൂപ്പിന്റെ. അതാരാ? അത് നമ്മളെ വെള്ള പെയിന്റും ഷർട്ടും പെട്ടിയും ടോപ്പും. രാജീന്റെ ഭുവനേട്ടൻ. Shankata no one Bagamote, that we run the east, west, the north and south. Open Gangnam Style. Gangnam Style. Op, 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 op. Open Gangnam Style. May I come in? Yes, may I come in? ആ സേതുവേ, ഇയാളിത് എവിടായിരുന്നു? ആഹാ, വക്കീലിനെ കൊണ്ടാണോ വന്നത്? അത് നന്നായി. പിന്നെ ദാണ്ട ആ എഗ്രിമെന്റ് ഒക്കെ നേരെ ചൊവ്വേ നോക്കിയേച്ച് വേണം ഒപ്പിടാൻ. യുവന്റെ അച്ചായ ഇത് വക്കീലൊന്നും അല്ല, ഭുവനേന്ദ്രൻ ചേട്ടനാ. അങ്ങോട്ട് കിട്ടിയില്ല. നല്ല മുഖപരിചയം ഉണ്ട് കേട്ടോ. ഒരു പാവം പിടിച്ച കോടീശ്വരൻ. ആണോ? ഈ എമർജൻസി കെയറിലേക്ക് വന്നായിരുന്നോ? ഞാനങ്ങനെ എവിടെയും പോകാറില്ല. ആളുകൾ എന്നെ തേടി വരാറാണ് പതിവ്. ആഹാ, അങ്ങോട്ടിരുന്നാട്ടോ. അത് കൊള്ളാം. അപ്പോഴത്തെ ബിസിനസ് ആണെന്ന്. അതെ, അത് ലോകത്തിന്റെ പല ഭാഗത്തായിട്ടാ. ശ്രീലങ്കയിൽ എനിക്കൊരു 15,000 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അവിടേക്ക് ടാപ്പിംഗ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാ നാട്ടിൽ വന്നത്. അയ്യോ, ശ്രീലങ്കയാണോ? സേതുവേ, എടാ അപ്പൊ നമുക്ക് പറ്റിയ പാർട്ടി ആണല്ലോ. അതല്ലേ അച്ചായ ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ചായ ഞാൻ നമ്മുടെ കൊളംബോ പ്രോജക്റ്റിൽ നിന്ന് മാറുക. എന്റെ ഷെയർ വാങ്ങാൻ ഭൂന ചേട്ടൻ റെഡിയാ. സേതുവേ, എടാ നീ മാറിയ ചുമ്മാ മണ്ടത്തരം പറയാതെ. അച്ചായ നല്ല സ്ട്രോങ് പാർട്ടിയെ തന്നിട്ടില്ല ഞാൻ മാറുന്നത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പാടാ. കാശൊക്കെ അവിടെ റിയൽ എസ്റ്റേറ്റ് ബ്ലോക്കാ. ഇൻവെസ്റ്റ്മെന്റ് എത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, എനിക്ക് ബ്ലാക്ക് മണി ഇടപാടില്ല, ഫുൾ വൈറ്റ്. ഗവൺമെന്റിനെ പറ്റിച്ച് ഒരു ബിസിനസിന് ഞാൻ തയ്യാറല്ല. മിസ്റ്റർ അച്ചാൻ എന്ത് പറയുന്നു? എന്റെ പൊന്നു ഭുവനേന്ദ്ര, ഞാനും അതേ ചിന്താഗതിക്കാരന. എനിക്ക് കണ്ടപ്പോഴേ എന്തോ ഒരു പരിചയം അടുപ്പം തോന്നിയായിരുന്നു കേട്ടോ. അപ്പൊ സേതുവേ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് കൈ കൊടുക്കട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ആ വഴി ഒന്ന് വരണം കേട്ടോ. അത് വേണ്ട, അത് വേണ്ട. അച്ചായന വെള്ള ഷർട്ടിലും പാന്റിലും വീണ പണിയാവും. അപ്പൊ ഭുവനേന്ദ്രൻ വേണ്ട. തീരെ വർക്കത്തില്ലാത്ത വേറെ കഥാപാത്രം സ്റ്റോക്കില്ലേ? ഉണ്ടല്ലോ, കലന്തനാജി. അതാരി? മഹാ ഇടങ്ങാറ് പിടിച്ച പഹനേനോ. കഴിഞ്ഞല്ലോ മയ്യത്തായിപ്പോയി. മരിച്ചാളും കൊണ്ടാ പോവാൻ പോന്ന്? മരിച്ചവര് അച്ചായൻ അറിയില്ലല്ലോ. അണക്കറിയില്ല ഫൈസു? ഓ, നമ്മുടെ കോമ്പാല സുലൈമാന്റെ കാക്ക. ആ ഓൻ തന്നെ. സേതോട്ടാ, നിങ്ങൾ വെറും പോയി മള്ളി നിങ്ങൾ ഒപ്പിട്ടെന്ന് വെക്ക. കലന്തനാജി അത് കണ്ടാത് വാരിക്കൊണ്ടുപോയി നിങ്ങളെ പെരയും പറമ്പ് പോകുമ്പോ വെക്കും. അജാതി പടപ്പൈന. ഈ അച്ചായൻ എന്നുള്ള നിങ്ങളെ പേരാ അല്ല സേതുഭായി. ഈ ക്രിസ്ത്യാനികളെ പൊതുവിൽ വിളിക്കുന്ന പേരല്ലേ അച്ചായന്മാരുന്ന്. അതങ്ങനെ ഒരാക്കിടുക. ഇപ്പൊ ഹിന്ദുക്കൾ എന്നൊരു സമുദായം, ഒരാൾക്ക് ഹിന്ദുന്ന് പേരിടുക. ഈ അച്ചായെന്ന് വിളിക്കുന്നത് സ്നേഹം കൊണ്ട് വിളിക്കുന്ന ഒരു വിളിപ്പേര്. കിടക്കട്ടെ. അപ്പച്ചൻ ഒരാളെ പേരാ. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഇവരെ സമുദായത്തില് വാപ്പെന്ന അർത്ഥം. നമ്മൾ ആരെങ്കിലും വാപ്പെന്നോ അച്ഛൻ എന്നൊക്കെ പേരിടുക ഒരാൾക്ക്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സേതുവേ, കാര്യത്തിക്ക് വരാനൊന്നുമില്ല ചായ. സേതുവിന്റെ ഷെയർ ഞാൻ വാങ്ങാൻ പോവാ. അതിപ്പോ എത്ര കോടി എന്നായാലും മിസ്സല്ല. പക്ഷെ ഒരു കണ്ടീഷൻ, ബൈറ്റ് പണി നമ്മൾ തരൂല. ഒരു 10 പൈസ ഇൻകം ടാക്സുകാർക്ക് കൊടുക്കൂല. എന്തിനു കൊടുക്കണം? നമ്മളെ പോറ്റിയത് ചായന്റെ പൈസന്റെ ഉപകാരം ഇൻകം ടാക്സുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പറയേ അല്ലെന്ന്. സേതു ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് ഹാജാരെ. സഭയിൽ പറയണ്ട, സഭയിൽ പറയണം. അതാണ് മര്യാദ. എവിടുന്ന് കിട്ടിയോളൂ ഈ മാരണത്തിന്? വേറെ നിവൃത്തിയില്ല ചായ. എനിക്ക് ഈ അവസരത്തിൽ കാശ് റോൾ ചെയ്യാനില്ല. ഒരു 50% പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പലിശക്കെങ്കിലും കാശ് വാങ്ങായിരുന്നു. ഇയാൾ പലിശയ്ക്കും കോപ്പിനൊന്നും പാകണ്ട. 50% ഷെയർ ഇയാൾ ഇടൂ. ആ കാശും കൂടി ഞാൻ ഇട്ടോളാം. ഇയാൾ പതിയെ തന്നാ മതി. ആ ചായനത് ബുദ്ധിമുട്ടാവില്ലേ? അത് ഞാൻ സഹിച്ചു. ഇയാളെ കോപ്പനം വിളിച്ചോട്ട് പാ നോക്ക്. ഒരലമ്പൻ ഹാജി. അലമ്പനല്ല, കലന്തൻ. രണ്ടും കണക്കാണ്. അല്ല, തീരുമാനമായെങ്കിൽ പറയും. എനിക്ക് ഇത്തിരി വേറെ പണിയുണ്ട്. പണി നോക്ക്. ഒന്ന് വിളിച്ചോട്ട് പോടോ. അങ്ങനെ സംഗതി വെച്ചിക്കണേ. അത് മതി.
ഒരാഴ്ച എടുക്കുവാ. ചിലപ്പം കൊളംബോയിൽ നിന്ന് ദുബായി പോയിട്ടേ വരുള്ളൂ. എന്തായി, നീ നാട്ടിലേക്ക് പോണ്ടോ? കുഞ്ഞള് പോണെന്നെല്ലാം പറയുന്നുണ്ട്. കൊറേ ആയില്ലേ പോയിട്ട്? ഓ, സ്കൂളിലെ കരുണാരൻ മാഷാന്നെങ്കിൽ വിളിയോട് വിളി. ഓഡിറ്റോറിയം എന്തോ പുതുക്കി പണിയുന്നുണ്ടോലും കാര്യായിട്ട് തരണമെന്നും പറഞ്ഞിട്ട്. പോയാലുള്ള പ്രശ്നതാന്നിപ്പാ. പിന്നെ കൂടെ പഠിച്ച എല്ലാരും കൂടിയിട്ട് ഒന്നിച്ച് കൂടുന്നുണ്ടോലും. ഓ, അലുമിനി മീറ്റ്. ചെല്ല പോയിന്ന് ആഘോഷിക്കേ. സ്കൂളിൽ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക്. നീ കുറെ ഡാൻസ് ചെയ്ത ഓഡിറ്റോറിയലടി. ഞാൻ ഒരു ചെക്ക് തരാം. എത്രണ്ടേ? തീരെ കുറയ്ക്കണ്ട. സേതുവേട്ടന്റെ പോക്ക് ഒരാഴ്ചത്തേക്കാന്നാ തോന്നുന്നു. നമുക്കൊരു 2 ദിവസം നാട്ടിലെല്ലാം പോയിട്ട് വന്നാലോ ബൗട്ടിക്ക? ഇപ്പൊ ചക്കന്റെ സീസണില്ലേ? നിങ്ങൾ അമ്മ ഉണ്ടാക്കണ ചക്കക്കുരുമാങ്ങനെ കൂട്ടാൻ കൂട്ടിട്ട് കാലം കുറയായി. ഞാൻ സ്വപ്നം കണ്ടിക്കണേ. ആരാ ചക്കക്കുരുവിനെയാ? അല്ലാന്ന് നിങ്ങൾ നാടും വിടുവൊക്കെ. ആ പാട്ട് ഓഫ് ആയിക്കളാ. ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ ഓഫ് ആക്കൂല. എനിക്കിഷ്ടല്ലാത്ത പാട്ടാ ഓഫാക്കി. ഈ സ്കൂളിലമ്മ പഠിച്ചേ? എന്തേ, നിനക്കത്ര പഠിച്ചിട്ടില്ലേ? ഇല്ല. കണക്കായിപ്പോയി. നടക്കമുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കാത്ത സ്കൂളാണോ അമ്മ? പിന്നെ ഇംഗ്ലീഷെല്ലാം ഉണ്ട്. 9ലും 10ലും ഗോപാല മാഷാന്ന് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. എന്നിട്ട് അമ്മക്കൊരു ചുക്കും അറിയില്ലല്ലോ. നിന്റെ അച്ഛനാന്നൊന്നും അറിയാത്തത്? അച്ഛനല്ല അറിയാം. കുഞ്ഞി, എനക്ക് മിണ്ടാൻ ലേശം പ്രയാസമുണ്ടെന്നേ ഇല്ലു. കേട്ടാലെല്ലാം തിരിയും. തിരിയും നട്ടം തിരിയും. മോളെ പാർവതിയെ, ഇത് സ്ഥലം ഏതാന്നറിയോ നിനക്ക്? ഇത് നീലേശ്വരാന്ന്. ഞാനൊന്ന് കൈമാടി വിളിച്ചാലുണ്ടല്ല ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരും. പിന്നെ നിന്റെ ഈ കോലുമുട്ടയെ പോലത്തെ ബോഡി ഉണ്ടല്ല അടിച്ച് തൂഫാനാക്കി കളി. തിരിഞ്ഞനെ എനിക്ക് ഓളെ പറച്ചിലെല്ലാം കേട്ടാ തോന്നുന്നു ഇംഗ്ലീഷ് ഡിക്ഷണറി ആണോളെ പെറ്റതെന്ന്. നടക്കങ്ങോട്ട് ബാവട്ടിക്ക. ഈ കുരുത്തം കെട്ടായിട്ട് നിങ്ങളെ നോക്കിക്കോട്ടാ. ഞാൻ കരുണാരൻ മാഷെ കണ്ടിട്ട് വരെ. ക്ലാസ് തുടങ്ങാനായി. വേണ്ട മാഷെ. പ്രഭാരം മാഷേ, ഓഡിറ്റോറിയത്തിന്റെ റിനോവേഷന് പൈസക്ക് നമ്മ ഇനി തെണ്ടാനകണ്ട. 5 ലക്ഷം ഉറുപ്പ്യാന്ന് വനജ തന്നത്. ഓള് കോടീശ്വരിയല്ലേ മാഷെ? പൈസ ഇല്ലോണ്ടായിട്ടില്ലല്ലോ മാഷേ. ആ മനസ്സല്ലേ ഉണ്ടാവേണ്ടത്. ഞാൻ തന്നൊന്നും അല്ല മാഷെ, സേതുവേട്ടനാന്ന് നിർബന്ധം പറഞ്ഞത്. ദീർഘായുസ് ഉണ്ടാവട്ടെ സേതുവിനും നിനക്കും കുഞ്ഞുങ്ങൾക്കും. എടോ, നിന്റെ ബാച്ചിൽ എല്ലാരും കൂടിട്ട് എന്തെല്ലാം റിഹേഴ്സൽ എല്ലാം നടത്തുന്നുണ്ട്. ഞാൻ പോയിട്ട് കാണാം. നാളത്തെ ഫംഗ്ഷന് വനജയാണ് നമ്മളെ മുഖ്യാതിഥി. അയ്യോ, ചൊറയാക്കല്ല മാഷെ. ഞാൻ എവിടെങ്കിലും മനസ്സമാനത്തിൽ നിന്നോളാം. നിങ്ങൾ വന്നിടുവിൻ കങ്കണജാലം കീറുങ്ങവേ ചെങ്കയിൽ താളം പീഡിച്ചു നിരങ്കുശലീലം ഗുരുപാദ പങ്കജമൂലം നീനച്ചു നാം രാഗത്ത് മൃദംഗധ്വനി സംഗീത വിളികൾക്ക് അനുകൂലത്തിൽ കുമ്മിയടിച്ചിടണം. എല്ലാരും ഉണ്ടല്ലോ. ഏടുണ്ടായി. എത്ര നാളെ നിന്നെ കണ്ടിട്ട്? അന്ന് കണ്ടേനേക്കാളും ലേശം മെലിഞ്ഞിനാ നീ. Let's begin today's lessons. ടീച്ചറെ കുട്ടിയെന്നെ നുള്ളി. Bauti, stand up. How many times have I told you to behave properly in the class? Are you not ashamed? One more time you come up with any silly complaints, you will be dismissed from the school. This is a kutti nulling me. This is a teacher chudavel me. What is this? India is my country. All Indians are my brothers and sisters. You are understand? Stop talking nonsense. Show me your hand. Mummy. ഓ, പോട്ട് സാരമില്ല കേട്ടാ. ടീച്ചറും കുഞ്ഞോളം വന്നാട്ടെ. വനജ എന്തെല്ലാന്നോ? സുഖാന്ന് മാഷേ. വനജന്റെ ഭർത്താവ് സേതു. അതെ, സേതു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടതിൽ വളരെ സന്തോഷം. വന്നിട്ടില്ല? അതെ, നേരത്തെ ഇവിടെ വന്നിട്ടില്ല. വന്നെനിക്ക് നമുക്ക് കാണുമായിരുന്നല്ലോ. എന്നാ ആയിക്കോട്ടെ മാഷേ. ഓ, പോവാ സേതുവേട്ടാ. അപ്പോ കണ്ണൂർക്കാരാ പോകുന്നെന്ന് പറ. ഞാൻ ഒരു കത്ത് ജയരാട്ടിന് തരാം.
എന്നാ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. സഖാവിനാരെ വിരുന്നേരുണ്ടല്ലോ. അത് വീരുന്നായിരുന്നല്ലപ്പാ, പെങ്ങളും കുട്ടികളാണ്. സർക്കിൾ ഐസ് പോയിട്ട് എടുക്കണം. നിനക്കിന്ന് ബ്രാഞ്ചിന് പോണ്ടേ? സേതു വന്നിട്ടില്ലേ? ഇല്ല. അച്ഛൻ കൊളംബോ പോയതാ. അതെയാ? എന്നിട്ട് മോളെന്ത് പോവാഞ്ഞിനി? അതേതോ ബിസിനസ് ടൂർ അല്ലേ, അപ്പൊ വൈഫും കുട്ടികളും പോവാൻ പാടില്ല. ആഹാ. കുർത്തക്കേടുകളെ വാ. ഹായ് ഇളയമ്മേ. നമ്മ വന്ന് കേറിയിട്ട് നിങ്ങളെ ഗൂഢാലോചന എല്ലാം തടസ്സായി പോയാ? മൊറത്ത സഖാക്കന്മാരെല്ലാരും ഉണ്ടായിരുന്നല്ല. ഗൂഢാലോചന? എനിക്ക് കാലിനൊരു നീര്, നടക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏരിയ കമ്മിറ്റി മെമ്പർമാരെല്ലാം കൂടിയിട്ട് ഈടത്തേക്ക് വന്നു. ആരെ കൊല്ലാനാന്ന് പുതിയ പ്ലാൻ? ഏതാന്ന് പുതിയ ഏരാ? രണ്ട് പറ്റുന്നൊന്നും ഞാൻ നോക്കൂല, ഒന്നാം കൂടെ തരും. ഓ, സഖാവ് കല്യാണിന്റെ ചോര തിളച്ചുവല്ല. ഓള് പറയട്ടമ്മേ, എല്ലാരും കൂടിയിട്ട് പാർട്ടിക്കെതിരെ പറയുന്ന കാലമല്ലേ, പറയട്ടെ. പറയിപ്പിക്കുന്നല്ലേ. ആ, എന്തെല്ലാ ബാവുട്ടിയ വർത്താനോ? എന്തരത്ത് വർത്താനം ശ്രീനേട്ടാ? അല്ല, നിങ്ങൾ ഏട്ടനും അനുസരിച്ച് എപ്പ കണ്ടാലും തമ്മി കൊത്തിട്ടാണല്ലോ. ഒരു കോൺഗ്രസ് അല്ലേ? ബിജെപി? ആ ഒന്നും അല്ലപ്പാ, ഓളിപ്പോ ജീവിക്കുന്ന അന്തസ്സുള്ള ജീവിതത്തിന് കാരണം ഞാനും അമ്മയാന്നല്ല, അതിന്റെ നന്ദി കാണിക്കുന്നതാണ്. അതെ, ആ 2 ദിവസം നിന്നിട്ട് പോയാ മതിയേ, ഓടിക്കളയല്ലേ. എന്തായി നിന്റെ കല്യാണക്കാരിയല്ലോ? എന്തായാലും ഓടിട്ടൊന്നും പോണ്ടി വരില്ല. മനോജിന്റെ അമ്മാവൻ ഒരു ചെറിയ സഖാവാന്ന്. ഏച്ചീനെ അയച്ചെടുത്ത പോലെ വലിയ സ്വത്തും പണവും ഇല്ലാന്നുള്ള സങ്കടം ചില ബന്ധുക്കൾക്ക് എല്ലാം ഉണ്ട്. അതാരും മൈൻഡ് ചെയ്യുന്നു. പിന്നില്ലേ, എന്തെന്നാടി? എന്തോ പറയാൻ വന്നനല്ല നീ? സതീശേട്ടൻ ബാംഗ്ലൂരിലുണ്ടോലും. ആരെല്ലോ പറഞ്ഞിടുന്ന പോലെ കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല. ആരാ കണ്ടിനി? ഗോവിന്ദേട്ടന്റെ മോൻ സുജിത്ത്. എന്തെന്നാടാ? അതൊന്നും അറിയൂല. വനചേട്ടി ഇപ്പൊ ഏടാ, എന്താ സ്ഥിതി എന്നെല്ലാം ചോദിച്ചിനീന്ന് പറഞ്ഞു. ആ ചെക്കന്റെ നാവല്ലേ, ഏച്ചി കോടീശ്വരന്റെ ഭാര്യയായിട്ട് കഴിയുന്നെന്നെല്ലാം പറഞ്ഞു നീന്ന് തോന്നുന്നു. ബാവുട്ടിക്ക, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാട്ടാ. അല്ല, നാളല്ലേ നിങ്ങളെ സ്കൂളിലെ പരിപാടി? വേണ്ടപ്പാ, രാവിലെ തന്നെ പോവാ. ആയിക്കോട്ടെ, നിങ്ങളെ പറയുമ്പോൾ. ലച്ചു, ലച്ചു, ഈ കുഞ്ഞിതേടെ പോയത്? ലച്ചു മോളെ, ഈ പെണ്ണിതേടെ പോയി കിടക്കുന്നത്? കുഞ്ഞി, ലച്ചു, എവിടെപ്പോ ഇവള് പോയത്? ലച്ചു, എവിടെ പോയിട്ട് പരുതല് ഞാൻ ഈ കുഞ്ഞിനെ. ലച്ചു, എന്തെന്നാക്കുന്നേ? ആടെന്തെന്നില്ലേ? അജിത ഹര ജയ മാധവ വിഷ്ണു അജിത ഹര ജയ മാധവ വിഷ്ണു. വനജേച്ചിന്റെ നാട്ടുകാരനെന്നല്ലേ പറഞ്ഞു? ഇപ്പൊ ആടുന്ന വരുന്ന? അല്ല, ബാംഗ്ലൂരിന്നാ.
ഇപ്പൊ ആടെയാ താമസം. കൈക്കും കാലിന് എന്തേ പറ്റി? ഒരു അപകടം പറ്റിയതാ. പോട്ടെന്നാല്. നീലേശ്വരത്ത് പോലുണ്ടോ? അതില് പിന്നെ ആടെ ഞാൻ പോയിട്ടില്ല. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 4 കൊല്ലായി. അതിന് ശേഷം ആടെ ആരുള്ളത്? ഏട്ടനിപ്പം കണ്ണൂരിൽ തന്നെയാ. ഇക്കൊല്ലം ഇറങ്ങുന്നാ പറയുന്നത്. കൈക്കും കാലിനും എന്തെന്നാ പറ്റിയേ? പണിയെടുത്തിട്ട് ജീവിക്കാൻ കഴിയാണ്ടായി. ഈ കയ്യും കാലും വെച്ചിട്ട് ഇനി എന്ത് നാക്കല്? പഴയ സ്വർണം വെക്കാനാ. എടുക്കുമല്ലോ. എന്നാ എത്ര പവനുണ്ട്? അതിപ്പോ ഒരു 8 ഉണ്ടാവും. ഇത് 10 ഉണ്ടല്ലോ. ആ 10. ഞാൻ മറന്നുപോയി. എവിടെ നിങ്ങളെ വീട്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ദൂരെയാ, നീലേശ്വരം. ഒന്നിരിക്കണേ, ഇവിടുന്ന് വിറ്റല്ലാത്തോണ്ട് ഒന്ന് ഉറച്ചു നോക്കണം. എൽദോ, ഇതൊന്ന് ഉറച്ചു നോക്ക്. ആ, നിങ്ങൾ ഇരിക്കും. നീലേശ്വരംകാരെന്നാ സാർ പറയുന്നത്. കണ്ടിട്ടെന്തോ ലക്ഷണക്കേടുണ്ട്. ശരി സാർ, പോതെ നോക്കിക്കോളാം. ഓക്കെ സാർ. ഒരു 5 മിനിറ്റും കൂടി. ചായ വരുത്തട്ടെ? എനക്കൊന്നും വേണ്ട, പൈസ കിട്ടിയാ പോവായിരുന്നു. ഇപ്പൊ തരാം. ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ. ഇവനാ? അതെ സാർ. സ്വർണം സ്വന്തം തന്നെയാണോടാ? സ്വന്തല്ലപ്പ, ഒരാൾ തന്നെയാ. എന്റെ നാട്ടുകാരത്തിനാ ഇവിടെ മംഗലം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഓള് തന്നെയാ. എന്താ ഓളെ ഭർത്താവിന്റെ പേര്? സേതു. വാ. ലാളയാ ജോസ് മനസ്സേ വിട്ടത്. പോലീസുകാരുടെ വർഗത്തിൽ ഇങ്ങനെ ഒരു കള്ളൻ ഉണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോവാം. വേണ്ടാതൊക്കെ ചോദിച്ച് ചൊറയുണ്ടാക്കാം. അതൊന്നും വേണ്ട. എനിക്കൊരു ചായ പൈസ തരുമെങ്കിൽ മനസ്സിലാക്കി തരാം. അയ്യോ, ഞാൻ ആരെയും കട്ടതും പിടിച്ചു പറിച്ചൊന്നുമല്ല. എന്നാലും സാറിനിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാപ്പാ. എസ്ഐയാ? ആ, പവിത്രനാണ് സാർ. എന്തായടോ ഇത്? നമ്മൾ പ്രതീക്ഷയിലോ കുഴപ്പമൊന്നും കാണുന്നില്ല സാർ. തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും പറയുന്ന സൈമ. വിട്ടേക്കിട്ടെ. ഏയ് വിടണ്ട. സേതുവിന്റെ വീട് വരെ പോയി പുള്ളിക്കാരിയോട് നേരിട്ട് ചോദിക്കണം. ഞാൻ ദാ പുറപ്പെടുന്നു. താനാ സ്വർണ്ണക്കര തന്നെ നിൽക്ക്. ഒന്ന് ബാവുട്ടിയെ വിളിച്ച് പറഞ്ഞേക്കണം. ഈ നായിന്റെ കാര്യം. വഞ്ചിയത്തെടുത്തു. പത്ത് പവന്റെ പണ്ടം വെക്കാൻ നോക്കുമ്പോ പിടിച്ചതവനെ. പോലീസ് ചോദിച്ചപ്പോ ഇങ്ങളെ കൊടുത്താ ഇങ്ങളെ പരിചയക്കാരൻ, നിങ്ങളെ നാട്ടുകാരൻ എന്നൊക്കെ 100 കഥ. പോലീസുകാർക്കൊന്ന് ഉറപ്പാക്കണം പറഞ്ഞു ഉണേണ്. അതിനുകൊണ്ടെന്നതാ. അത്ര ധൈര്യത്തോടെ കളവ് പറയുമ്പോ ഒരു ചടങ്ങിന് വേണ്ടി കൊണ്ടുവന്നേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്തൊന്നും ഒരു നോ കേട്ടാ പിന്നെ ഞങ്ങൾക്ക് പണി തുടങ്ങാം.
അത് നുണയല്ല, ഞാൻ കൊടുത്തു തന്നെയാണ്. ഓഹോ, ബൗട്ടി, അപ്പൊ പിന്നെ ഞങ്ങളുടെ പണി കഴിഞ്ഞു. പോയിക്കോട്ടെ പെങ്ങളെ. പവിത്ര സാർ, പാടോ. ഇയാളെ കൂടെ ടൗണിൽ വിടാം സാർ. ആ, കേറ്റിക്കോ. പാടോ. എത്തത് ഒന്നൊക്കെ എടുത്തു കൊടുക്കാൻ ആരാവൻ? പറയാനുള്ളത് പോലീസിനോട് പറയുമ്പോ നിങ്ങയും കേട്ടിട്ടേ. ഇനി അതിന്റെ മേലെ വേറെ വിസ്താരമൊന്നും വേണ്ട. ഇതെന്തപ്പോ ഇങ്ങനെ പോവാ. പത്ത് പവൻ പറഞ്ഞാലേ 2-2.25 ലക്ഷം ഉറുപ്പിയാണ് ബാവുട്ടി. ലക്ഷമൊന്നും അല്ല അൽവിയെ. ആരെപ്പ ചങ്ങായി ബപ്പ എവിടെന്നാ പൊട്ടി മുളച്ചത്? എന്ത് ഹാലാക്കിലെ കണക്ഷനാണ് മൂപ്പത്തിയാർക്കോനോട്? പൂർവകാമുകൻ. എന്തിരുത്താണ്ട? വർഷങ്ങൾക്ക് ശേഷം തന്റെ കാമുകിയായിരുന്നവളെ തേടി വന്നവൻ. അവൻ ഇനിയൊരു ശക്തമായ കഥാപാത്രമായി ഇവിടെ ഉണ്ടാവും. ഒരു തിരക്കഥാകൃത്തിന്റെ നിരീക്ഷണ പാഠവുമാണ്, വിശ്വസിച്ചോളി. തേങ്ങാപ്പുണ്ണാക്കാണ് ആ കുട്ടിനെ എനിക്കറിയുള്ളൂ. അതങ്ങനത്തെ കുട്ടിയൊന്നുമല്ല, പാവാ. വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടാവും, കയ്യിലിരിക്കുന്ന എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അതന്നെ. വീട്ടിൽ വന്ന് സങ്കടം പറയുന്നവർക്ക് എല്ലാം സ്വർണ്ണമാല കൊടുക്കുന്ന ഒരു രീതി ആ വീട്ടിൽ പണ്ടേ ഉണ്ടോ? എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞോ ഞാൻ. അപ്പൊ അടുത്ത ബന്ധം എന്തെങ്കിലും അയാളായിട്ടുണ്ടാവും. അതേ ഞാനും പറഞ്ഞോളൂ. അത് ശരിയല്ലേ ബാവുട്ടിയെ? സാമ്പത്തികമായിട്ട് നല്ല നിലയ്ക്കല്ലാത്ത ബന്ധുവായിക്കൂടെ? ഈ ആണും പെണ്ണും എന്ന് പറയുമ്പോ ആങ്ങളിയും പെങ്ങളും ആവാലോ. അല്ലാതെ പിന്നെ ഈ കഥ എഴുതുന്ന ഹമുക്ക് ബുദ്ധി കൊണ്ട് എല്ലാം കാണും. ലേസം മെന്റലായ ടീമാണല്ലോ ഈ ഇല്ലാത്ത എഴുതി ഉണ്ടാക്കുക. എന്തായാലും ബാവുട്ടിയെ ഇജ്ജ് നല്ല പോലെ ചോദിച്ചു മനസ്സിലാക്കിക്കള. ഇങ്ങോട്ടോക്ക്, അത് വേണം. എല്ലാ സുഖല്ലേ? മറിയമ്പയുടെ സൂക്കടൊന്നുമില്ല. എന്താ ഇങ്ങനെ? എപ്പോഴും ഒരുപോലെ ഉണ്ടാവുക മനുഷ്യന്മാരുടെ അവസ്ഥ? എപ്പോഴുള്ള അവസ്ഥയെന്ന് മാറിക്കാണുമ്പോ നമുക്ക് ചോദിക്കാലോ. ആരാ ചങ്ങായി? നിങ്ങൾക്ക് അറിയാനുള്ള ഞാൻ പറഞ്ഞിനി. കൂടുതൽ ചോദിക്കാനും പറയാനുള്ളത് എന്റെ കുഞ്ഞളച്ഛനോടല്ലേ. ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. തിരിഞ്ഞിനാ? ഓ, തിരിഞ്ഞിക്കണ്. ഡൈവർ നിലക്ക് നിൽക്കുക. കുടുംബത്തിൽ ആരെങ്കിലും ആണെന്ന് തോന്നലുണ്ടെങ്കിൽ അത് വേണ്ടാന്ന്. ഓ, എന്താ ബൗട്ടിക്ക പോവാണോ? കണക്കിനാണെ പോണ്ടി വരും. മൂപ്പത്തിന്റെ നാട്ടുകാരൻ തന്നെയാ. അത് പേര് സതീശൻ. ഇന്നലെ രാത്രി മൂപ്പത്തി ഏട്ടമൂപ്പര് ഫോണിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ ജകള ഉണ്ടാക്കിനെ. അതിന്റെ മുഖത്തൊക്കെ നോക്കി കണ്ണുരുട്ടി കാട്ടാനൊന്നും എന്നെ കൊണ്ടാവൂല. ഒന്നും പറയാൻ കൂട്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ കാട്ടാൻ പറയുമ്പേ? ഓ, അൽവേ, ചോദിക്കാനും പറയാനുള്ള അവകാശം അനക്ക് ഉണ്ട് ബാവുട്ടിയെ. നിസ്സാരായിട്ട് വിടേണ്ട കാര്യമല്ല അത്. എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എന്താ ബാവുട്ടിക്ക? കന്ന് വിളിക്കുമ്പോ അതിലൊരു അവകാശം ഉണ്ടല്ലോ കുട്ടിയെ. അതിന്റെ പേരിലാണ് ഞാൻ മടങ്ങി വന്നത്. ആരാത്? നിക്കതറിയണം. ഇല്ലെങ്കിൽ എന്റെ ബേജാറ് മാറൂല. പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് പറയാത്ത ബാവുട്ടിക്ക. ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ അയാളെ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടാവുമായിരുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിട്ട് വന്ന സതീശനാണ് നാട്ടിൽ കഥകളി യോഗം തുടങ്ങിയത്. ചെറുപ്പം മുതൽ ഡാൻസ് പാട്ട് എന്നെല്ലാം പറഞ്ഞ് നടന്ന് അവസാനം ഞാനും എത്തി കഥകളി യോഗത്തിൽ.
ഗുരുസ്ഥാനത്തുള്ള ആളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. കല്യാണം കഴിക്കണമെന്ന് ആശിച്ചു. 2 വീട്ടുകാരും സമ്മതിച്ചിട്ട് അത് നടക്കൂലെന്ന് ഉറപ്പുണ്ടായിനി. അന്ന് നേരം വെളുക്കും മുമ്പ് നാട് വിട്ടിട്ട് പോവാൻ നമ്മൾ തീരുമാനിച്ചു. വേറെ വഴിയൊന്നും ഉണ്ടായിട്ടില്ല മുമ്പില്. പേടിയുണ്ട? ഇല്ല. ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിതം വരെ കഷ്ടപ്പെടേണ്ടി വരും. സതീശ, ഓനെ സൂക്ഷിക്കണം. നോട്ടം അങ്ങോട്ടേക്കാണെങ്കിലും ചെവി ഇടം വരെ നീളും. കല്ലൂര മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിയോട് എല്ലാം പറഞ്ഞ് ശട്ടം കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ 2-3 പേരാറ്റം വന്നാ മതി. അതെ, വനജന്റെ ഏട്ടന്റെ ചില ചങ്ങായിമാര് ഈടെല്ലാം ചുറ്റിപ്പറ്റിട്ട് നിൽക്കുന്നുണ്ടാ. എനിക്ക് പേടിയാവുന്നപ്പ. പേടിയുണ്ടെങ്കിൽ നായന്റെ മോനെ നീ വിട്ടുന്നോ? എന്റെ ഏട്ടനും അമ്മയെ സമ്മതിച്ചിട്ട് ഇത് നടക്കൂലെന്ന് ഉറപ്പായോണ്ടാ ഇങ്ങനെയല്ല ആലോചിക്കേണ്ടി വന്നേ. എനക്കൊന്നും അറിയില്ല. എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. കല്ലൂര മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മാലയിടാൻ തീരുമാനിച്ചു. സഖാവ് കണന്റെ ഭാര്യയാണ്. അയാൾ എനിക്കുണ്ടായ മോളാണ്. നീക്കി ഇതൊന്നും നടന്നിട്ടില്ല. വനജേ, അങ്ങോട്ട് എന്നെ എന്തെന്ന് കാണിക്ക നിന്റെ പീഡിപ്പ എന്നാ വിടറോ? ശ്രീനേട്ടാ, 8 കൊല്ലായി. പിന്നെ ഇപ്പോഴാണ് കാണുന്ന. കൊന്നു കളഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രല്ല, ആ നാട് മുഴുവൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. വീട്ടുകാരെന്തെങ്ങനെ കടുംപിടുത്തം പിടിച്ചത്? രാഷ്ട്രീയം. സതീശന്റെ ഏട്ടൻ ഇവരെ 2 സഖാക്കളെ കൊന്ന കേസിൽ കണ്ണൂര് കിടക്കുന്നുണ്ടായിനി. അങ്ങനൊരു വീട്ടിലേക്ക് അനിയത്തിനെ മംഗലം കഴിപ്പിച്ചയക്കാൻ എന്റെ ഏട്ടനും പറ്റൂലായിരുന്നു. കയ്യും കാലും അതെന്തേ പറ്റിയത്? ശ്രീനേട്ടനും സഖാക്കളെല്ലാം കൂടിയിട്ട് തച്ചൊടിച്ചു. ഇത്രയും കാലം ഇടയിലോ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവസാനം കുറച്ച് പൈസ ഒന്ന് സഹായിക്കുമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഞാനും കൂടി കാരണല്ല ഇങ്ങനെ ഒരു കോലത്തിലായത്. കഴുത്തിലുള്ള മാല ഊരി കൊടുക്കാനാണ് എനക്കപ്പ തോന്നിയത്. എപ്പ സേതുവേട്ടന്റെ മുമ്പില് താലി കെട്ടാൻ തലകുനിച്ചോ അപ്പൊ തുടങ്ങിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല അങ്ങനൊരു മുഖം, ആ പേര് പോലും. ഇനി ഞാനൊന്നും മറച്ചു വെക്കൂല. പറയും സേതുവേട്ടനോട് എല്ലാം. വേണ്ട ചേച്ചി, എന്തിനാ കഴിഞ്ഞ കഥകള്? അതന്നെ, ഇതിപ്പോ നമ്മള് 3 ആള് മാത്രം അറിഞ്ഞാ മതി. അയാള് പോയി, അതവിടെ കഴിഞ്ഞു. സേതുവേട്ടനെല്ലാം അറിയട്ടെ ബാവുട്ടിക്ക. അപ്പോഴേ എനിക്ക് മനസ്സമാധാനം കിട്ടും. വേണ്ട, അതവിടെ മറന്നേക്ക്. ഞാനാ പറയുന്നത്. അടച്ച കുടത്തിന്റെ മൂടി തുറന്ന് ഇബിലീസിനെ പുറത്തു കൊണ്ടുവരാൻ നിൽക്കണ്ട. ಸತೀಶನ್ ಇದಾರೆ, ಒಳಗ್ ಬನ್ನಿ. ಮಗ ಹೇಳಮ್ಮ, ಹೋಗಿ ಅಮ್ಮನ ಹತ್ರ ಊಟ ಕೊಡ್ಲಿಕ್ಕೆ ಹೇಳು. ಹೋಗು. ಲೇ, ಮಗಳಿಗೆ ತಿನ್ನಲಿಕ್ಕೆ ಏನಾದ್ರೂ ಕೊಡು. ಬಿಟ್ಟುವಾ? ಬಿಟ್ಟು
പ്രതീക്ഷേനേക്കാൾ 3000 കുറച്ചാ കിട്ടിയത്. പൊന്നിന് ഇന്നും വില കുറഞ്ഞു. ಈಗ ಇದನ್ನು ಕೊಂಡು ಹೋಗಿ ಮುತ್ತಯ್ಯರಾಯಕ್ಕೆ ಕೊಡಬೇಕು. ನಾನು ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಬರ್ತೇನೆಂದ ಹೇಳು. ಇದು ಕೇವಲ ಬಡ್ಡಿ ಮಾತ್ರ, ಅಸಲಲ್ಲಿ ಅವ್ರು ಹೇಳಿದ್ರೆ ಕೇಳ್ತಾರಾ ಗೊತ್ತಿಲ್ಲ. ನೀ ಹೋಗೆ, ಹೇಳುವುದು ಕೇಳು. ನೀನು ಒಬ್ಳೆ ಹೋಗುವುದು ಬೇಡ, ಜೊತೆಯಲ್ಲಿ ಕುಮಾರನನ್ನು ಕರೆದುಕೊಂಡು ಹೋಗು. ಹೋಗು. നല്ല കൃഷിയാണല്ലോടാ നീ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത എന്താ പരിപാടി? തുടങ്ങിയിട്ടല്ലേ ഇല്ലു. മണ്ണിന് നല്ല നനവുള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി ആയത്തിലങ്ങ് വെച്ചോക്കാം. ഏത് നമ്മളെ പോലീസ് പവിത്രനോ? ആ പവിത്രനാണ് താമസിക്കാൻ വീട് ശരിയായി കൊടുത്ത്. നമ്മളെ റെസ്റ്റ് ഹൗസിന്റെ റോഡിന് കുറച്ച് മേലേക്ക് പോകണം. അതെന്തിനാലും ഇവിടെ താമസിക്കുന്നത്? പവിത്ര മഹാസുറ, ആ കമ്പനി നല്ലല്ലോ. ഇന്ന് രാവിലെ നമ്മളെ ജലീൽ ഖാന്റെ കിളിയമ്പറം ജ്വല്ലറി ചെന്ന് പവിത്രൻ ഒരു 10 പവന്റെ മാല വിറ്റ് പൈസാക്കുന്ന ഒരു ന്യൂസ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ മറ്റോനെ പൈസയും വാങ്ങി സ്ഥലം വിട്ടോളും. അതിന് വേണ്ടി എന്നാവും, അല്ലാണ്ട് ഓമ്പടെ സ്ഥിരതാമസാക്കൂ. അതാണ് അവന്റെ പ്ലാൻ. ഞാൻ പറയുന്നത്, നമ്മുടെ സിനിമയില് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഭുവനചന്ദ്രന്റെ ഭാര്യ രാജിയുടെ മുൻ കാമുകനെ കുറിച്ചാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് കിട്ടാതെ അങ്ങനെ കളിക്കായിരുന്നു, ഇപ്പൊ കിട്ടി. ഭുവനചന്ദ്രൻ വിദേശയാത്രയിലായിരുന്നപ്പോഴാണ് ഇവന്റെ വരവ്. ഒരു രാത്രി പരസ്പരം കാണാൻ അവർ തീരുമാനിക്കുന്നു. സതീഷേട്ടാ, തൊള്ളേ തോന്നി പറയുന്നു. ഇവിടെ നിർത്തിക്കൊള്ളണം, എന്റെ ഷൂട്ടിങ്ങും കഥയെത്തും. മനുഷ്യന്മാരുടെ ബേജാറ് പിടിച്ച് നിൽക്കുമ്പോടാ അവന്റെ ഒലക്കമ്മല ടിസ്റ്റ്. ഡോ, മനുഷ്യന്റെ ജീവിതം കഥയക്കരുത്. കഥയിൽ തെറ്റ് വന്നാ വെട്ടിത്തിരുത്താം, ജീവിതത്തിൽ എനിക്ക് കഴിയൂല. ജീവിതഗന്ധി ആവണം കല എന്ന് പറയുന്നതോ? അതല്ല ഇപ്പൊ എന്റെ മോന്തൊക്കെ കിട്ടിയത്. കുറച്ചു കാലത്തേക്കൊക്കെ എന്താ അവിടെ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഈ ഒരു ടിസ്റ്റ് പറഞ്ഞതിന്റെ പേരിൽ വാവുട്ടിയൊക്കെ ഷൂട്ടിംഗ് നിർത്തി പോയിക്കോളാൻ പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ വേണ്ടി വന്ന ശ്രീകണ്ഠ അന്നെ ഞാൻ കൊല്ലും. ഈ ഹോം സിനിമയിൽ എന്നാണാവോ ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടാവുക? പ്രവർത്തനം എറണാകുളത്തേക്ക് മാറ്റേണ്ടി വരും. ഇതാരിപ്പാ? ഹലോ, ഞാനാണ്. പോയിട്ടില്ലേ? എനക്കൊന്ന് കാണണായിരുന്നു. പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാനാ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഒന്ന് പുറത്തേക്ക് വരുവാ. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തേക്ക് തിരിയുമ്പം ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ലേ, ഞാൻ അടുത്തേക്ക് വരാം. മറിയമ്പി, മറിയമ്പി, എന്തേച്ചി? ബാവുട്ടിക്ക് ഉണ്ടാടാ? പള്ളി പോയതാ, വരുന്ന വഴിക്ക് ഗ്യാസ് എടുത്തിട്ടേ വരൂ. എന്തേ? ഹലോ, ആ റംലത്ത, ശുക്കൂർ ഉണ്ടാടാ? എനക്കൊന്ന് പുറത്തു പോണായിരുന്നു. ആ, എന്താ? സതീശൻ. സതീശ, നീ നല്ലോനാന്ന്. എന്റെ പെങ്ങളെ ഭാഗ്യാന്ന് നിന്നെ മംഗലം കഴിക്കാൻ കഴിഞ്ഞാലെന്ന് എനക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നീ മാവുങ്കോത്തെ സജീവന്റെ അനിയനായിപ്പോയി. വനജ പാർട്ടി LC സെക്രട്ടറി ശ്രീനിവാസന്റെ പെങ്ങളാന്ന്. അതാണ് ഈ മംഗലത്തിനുള്ള തടസ്സം. നിന്റെ ഏട്ടൻ സജീവൻ കണ്ണൂർ കിടക്കണത് എന്തിനാന്ന് നിനക്കും അറിയാലോ. നമ്മളെ 2 സഹാക്കന്മാരുടെ ചോര വീണ കുപ്പായ ഇട്ടിട്ടാണ് ഓൻ കണ്ണൂർക്ക് പോയത്. ആ സജീവന്റെ അനിയന് എന്റെ പെങ്ങളെ മംഗലം കഴിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? നീ പറ. ഞാനിനി എന്തെന്ന് പറയണ്ട്? നിങ്ങനെല്ലാം പറഞ്ഞു തീർത്തില്ലേ?
നിങ്ങ പറയുന്ന രാഷ്ട്രീയമൊന്നും എനക്കറിയൂല. എന്നെ വെറുതെ വിട്ടേക്കപ്പ, ഞാൻ പോയിക്കോളാം ഏതെങ്കിലും നാട്ടിലേക്ക്. കുറച്ച് ദിവസം നീ ഒന്ന് മാറിയെന്നു. എന്നിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു നമ്പോലിനായിട്ട് നടക്കണം എന്നാ. ഞാൻ പോയിക്കോളാപ്പ. ശ്രീനേട്ടാ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വനജനെ മാത്രമല്ല എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ചത്, എൻ്റെ നാടും വീടും കൂടിയാ. ഇനി സതീശന് നീലേശ്വരത്താരും കാണൂല. ഈ പൈസേന്റെ കാര്യവും പറഞ്ഞിട്ട് ഇന്നെ ഇടങ്ങാറാക്കാൻ ഞാൻ വരുന്നില്ല. അവസാനായിട്ട് നമ്മ ഒരിക്കലും കൂടി ഒന്ന് കാണണം. അപ്പൊ എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടാവണം കേട്ടോ. ഇപ്പൊ എന്നെ വേണ്ടപ്പ, എന്നാലും അധികം വൈകണ്ട. എല്ലപ്പ പൈസ ആയിട്ട് തന്നെ വേണമെന്നില്ല, അതിന് കണക്കായിട്ട് പണ്ടങ്ങളായിട്ട് തന്നാലും മതി. സംഗതിയെല്ലാം റെഡിയാകുമ്പോ നീ ഒന്ന് വിളിച്ചോ. എടക്കാണ്ടെന്ന് ഞാൻ അപ്പ പറയാം. എനക്ക് വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. അപ്പൊ ചിലപ്പോ എന്റെ ഭർത്താവ് അവിടെ ഉണ്ടാവും. അയാള് ഞാൻ ആരാന്നാ മറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ കഥയെല്ലാം പറയേണ്ടി വരും. അത് വരുത്തി വെക്കണ്ട, മനസ്സിലായ? നിന്റെ ജീവിതം ഉണ്ടല്ല. വരുന്നു മോളെ. എന്തുമാരി കള്ളനാ ഓൻ. കാലിനും കൈക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറയുന്ന. നീയിപ്പൊ എന്താ മോളെ ചെയ്യ? പൈസ കൊടുത്തില്ലെങ്കിൽ ഓൻ സേതുവിനെങ്ങാനും വന്ന് കാണൂ. ഓൻ എന്തിനും മടിക്കാത്ത സൂറ. പടച്ചോനെ, ഇത് വല്ലാത്ത കൊടുക്കായല്ല. ബാവുട്ടിയക്കാനോട് പറഞ്ഞാലാ? എങ്ങനെ പറയലെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നു. മൂപ്പരെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. അതാ മോളെ നല്ലത്. ബാവുട്ടിനെ നമുക്ക് വിശ്വസിക്കാം. ബാവുട്ടിയാക്ക ചെല്ല്, കാര്യങ്ങൾ മുയ്യമ്പാടെ നീ അങ്ങോട്ട് പറയ. ഓനൊരു പൈ കാണും. കയ്യും കാലും പിടിച്ചിട്ടാ ഒരു കുറ്റി കിട്ടിയത്. ഗ്യാസിന് ക്ഷാമം, എന്തിനും ക്ഷാമം. ക്ഷാമല്ലാത്ത മനുഷ്യന്മാർക്ക് മാത്ര. അത് വേണ്ടതിൽ അത് ഉണ്ടേനും. ബാവുട്ടിക്ക, സതീഷിനെ കണ്ടിട്ടുണ്ടായിനി? ഓൻ പോയില്ലേ? ഇല്ല. അതെന്തേ? എന്നിട്ട് പോ എന്താ പറയണേ? സേതുവേട്ടൻ നാട്ടിലത്തെ നമ്പർ വിളിക്കുന്നത്? സേതുവേട്ടാ, മോളെ ആ സുന്ദരെന്നുള്ള കൈതോടെ ഗേറ്റ് തുറക്കാൻ പറ. ഇവിടെ എത്തി. ഗേറ്റ് തുറന്നിട്ടാലും ചീത്ത, പൂട്ടിട്ടാലും അതിനും ചീത്ത. മൂപ്പരുത് കോഴിക്കോട്ട് കയറുന്നായി ദുബായി പോയി അത് നമ്മളെന്താക്കൂ? ബാവുട്ടി എവിടെ? ഇവിടെയുണ്ട്. എന്താ വരുന്ന കാര്യം വിളിച്ചു പറയാ? ഞാൻ ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റിലെ ടിക്കറ്റ് പെട്ടെന്ന് നോക്കിയേ. വിളിക്കാനൊന്നും സമയം കിട്ടിയില്ല. അഷ്റഫ് ഉണ്ടായിരുന്നു കൂടെ, അവന്റെ കാറിലേക്ക് പോന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്താ പറയാതിരുന്നത്? ആരാന്ന്? നിന്നെ വിളിച്ചിരുന്നില്ലേ? എന്തെന്നാ പറയുന്നത്? വരുന്നുണ്ടൊരുത്തൻ എന്റെ പുറകില്. എവിടെ ബാവുട്ടി? ബാവുട്ടി, ഇഷ്ടായോ മോളെ? വണ്ടി എങ്ങനെയുണ്ട് ബാവുട്ടി? ഒരു ലോങ് വേദന പോട്ടാ, ചൂടാറുന്നതിന് മുമ്പ്. ചേട്ടാ, ഈ കീ മേടിക്ക്. ഓർക്കൊരു ഫോട്ടോ എടുക്കണം. ബാവുട്ടി, കീ വാങ്ങി. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. വാ ബാവുട്ടി, നമുക്കൊരു ഡ്രൈവിന് പോവാം. ഞാൻ ഇതുവരെ ഈ സാധനം ഓടിച്ചിട്ടില്ല. നിങ്ങൾ ഓട്ടിയാ മതി. ഇവിടെ ആരുടെ മൊത്തൊരു സന്തോഷം കാണുന്നില്ല. പാറു, ലച്ചു, വാ നമുക്കൊരു ഡ്രൈവിന് പോവാം.
കേട്ടാ സേതുവേട്ടനോടെല്ലാം പറയട്ടെ ബാവുട്ടിക്ക. നിങ്ങൾ അവിടെ മുണ്ടാണ്ട് കുത്തിരുന്നോളി, അതൊക്കെ ഞാൻ നോയിക്കൊണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ, ഫുള്ളടിച്ച് ഫുള്ളടിച്ച് ഫുള്ളടിച്ച്. ആ ആ മതി 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 മതി. പിന്നെ എവിടെ പോയി കിടക്കണി ആൽബി? ബാവുട്ടേക്ക, ഞാൻ പറയാണെച്ചെങ്കില് അൽവിയാക്കനെ കൂട്ടാതെ പോണതാ നല്ലത്. മൂപ്പര ചൂടിന് വായ തോന്നിയതേ പറയൂ, ഇല്ലേ കയ്യോ കാലോ പൊന്തിക്കും. അത് പറ്റൂല. സേതോട്ടം വരെ കാണുന്നതിന് ഈ പന്നിക്കൂസിനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം. അൽവിയാക്കുണ്ടെങ്കിൽ അത് നടക്കൂലട്ടോ. അത് ഇജ്ജ് പറഞ്ഞാലും കാര്യണ്ട്. നമ്മളെ ജോസ്മോ സാറിനെ വിളിക്കാം, പൗത്രനോട് അങ്ങോട്ട് എത്താൻ പറയാം. എന്തേ 10 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊടുക്കാൻ പറ്റുമോ? നല്ലോം പറഞ്ഞു നോക്കാം. പറ്റിയില്ലെങ്കിൽ കൈയും കാലും പിടിക്കാം. ഇനി തല വെട്ടി അവന്റെ കാലുമ്മൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതും. 4 ജീവിതങ്ങൾ 4ആയി പോകേണ്ട നോക്കണ്ട ഗോപിയെ. $10 ലക്ഷം ഉറുപ്പ്യ, അതാണ് ഇജൊരു പെണ്ണിന്റെ താലി കണ്ടെക്കുന്ന വില. അത് കിട്ടിയില്ലെങ്കിൽ ഇജ കുടുംബം പൊളിക്കും. അല്ലെങ്കിൽ ഓളും കുട്ടികളും റോട്ടുമ്പോൾ നടന്ന് തെണ്ടും. ഇല്ലെങ്കിൽ ജീവൻ കളയും. ചുരുക്കത്തിൽ ഇജ് പറഞ്ഞു പറഞ്ഞ അതല്ലേ? എനക്ക് നിങ്ങളോട് ഇതിനെ കുറിച്ചൊരു കാര്യം പറയാനില്ല. ഞാൻ പറയണ്ടല്ലോ വനസേനോട് പറഞ്ഞു. തരാൻ പറ്റുമോ ഇല്ലോ എന്ന് ഓള് പറയട്ടോ. അതറിയാ, 2 കുട്ടികളെ അമ്മ, നല്ലൊരു മനുഷ്യന്റെ ഭാര്യ. പടച്ചോന്റെ ഗർഭോണ്ട് സന്തോഷമായിട്ട് കഴിയണ ഒരു കുട്ടിന്റെ കൗത്തിലാണല്ലോ ഇജ്ജ് പിടിമുറുക്കിക്കണത്. അതിനെ കൊണ്ട് കൂട്ടിയാ കൂടൂലല്ലോ. ആ പാവ എവിടെ നിർത്ത് തരും സൈഷ 10 ലക്ഷം ഉറുപ്പ്യ? ബാവുട്ടിയെ ഓള് വിചാരിച്ച നടക്കാത്ത കാര്യം ഓള് പറയട്ടോ എന്നോട്. ഞാൻ ചിലപ്പം വന്ന വൈക്കങ്ങ് പോവും, അല്ലെങ്കിൽ വേറെ വഴി നോക്കല്. അതൊരു ഭീഷണിയല്ലോടോ ഈ വേറെ വഴി നോക്കാന്ന് പറയുന്നത്. ഞാനാരിപ്പോ നിങ്ങളെല്ലാം ഭീഷണിപ്പെടുത്താൻ? ഓളെനക്കറിയുന്ന പഴയ വനജയൊന്നുമല്ലല്ലോ, വലിയ കോടീശ്വരന്റെ ഭാര്യയല്ലേ. ഞാൻ അത്ര വിവരം കെട്ടവനൊന്നല്ല കെട്ടുവാ. ഈ കോടീശ്വരന്റെ ഭാര്യ എന്നുള്ളത് ഇജ്ജ് ചെയ്യണ ഒരു ഹംക്കത്തരം കണ്ട് പൊളിഞ്ഞു പോവില്ലേ സൈഷ? ഒരു കണ്ണാടി മാളികന്റെ മുന്നിലല്ലേ ഇജ്ജ് കല്ലുമായിട്ട് നിൽക്കണത്? നേരാ, കണ്ണാടി മാളിന്റെ വിലയൊന്നല്ല നമ്മ ചോദിച്ചേ. വേറൊരു 10 ലക്ഷം ഉറുപ്പ്യല്ലേ ഇല്ലൂ. അത് കിട്ടി നീ സ്ഥലം വിട്ട് പോവോ? പോ. ഈ നാട്ടിൽ നിന്ന് മാത്രല്ല, ഇനി ഒരിക്കലും ഓളെ ജീവിതത്തിൽ തിരിച്ചു വരാത്ത പോലെ പോവും. അത് വാക്കാണല്ലോ. 8 വർഷമായിട്ടുള്ള കല്യാണം കഴിച്ചു, ഇതുവരെ സൈശം വന്നിട്ടില്ലല്ല. വേറെ നിവൃത്തിയില്ലപ്പ ഗതി കെട്ടിട്ട് വന്നത്. അനക്ക് എത്ര ദിവസം കാക്കാൻ പറ്റും? നിങ്ങ പറ. 2 ദിവസം. പൈസ ഞാൻ തരും. ആയിക്കോട്ടെ. പക്ഷെ ഇജ്ജ് മനഞ്ചടുത്തേക്ക് ഫോൺ ചെയ്യരുത്, ആ വീടിന്റെ അബേക്ക് പോവുകയും ചെയ്യരുത്. എന്തേ? ഇല്ല. അത് വാക്കായിരിക്കണം. ഇല്ലെങ്കിൽ SIയുടെ യൂണിഫോം ഇട്ട് നിന്നെ കാണാൻ ഞാൻ വരേണ്ടി വരും. അത് വേണ്ടി വരില്ല സാറേ. എടേ, എന്നാ നീ ആ എമൗണ്ട് ഒന്ന് കുറയ്ക്കേ. ബാവൂട്ടി തരാന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം, ഈ പാവ എവിടുന്നെങ്കിലും ഉണ്ടാക്കണം ആ ഫിഗർ. ഒരു 5 രൂപ പോരടി. സാറേ, ആ കണ്ണാടി മാളികന്റെ ജാലച്ചിലിന്റെ വിലയല്ലേ ഞാൻ ചോദിച്ചില്ലൂ. നിങ്ങൾ വെറുതെ വില പേസാൻ വന്ന് വില കൂട്ടല്ലോ ഇട്ടുവാ. 2 ദിവസത്തിനുള്ളിൽ എന്നെ വന്ന് ഞാൻ കാണും. ആയിക്കോട്ടെ. വരി. അയാള് നാട്ടിലുണ്ടല്ലേ, സേതു, വനസേന്റെ ഭർത്താവ്. എന്തേ? ഇല്ലപ്പ വെറുതെ ചോദിച്ചേ ഇല്ലൂ. ഇജ്ജ് പറഞ്ഞ വാക്കിജ്ജ് തെറ്റിക്കരുത്. നിന്നെയും. ആ ഓനെ കാണാൻ പോയപ്പോ എന്ത് എന്നെ വിളിക്കാഞ്ഞ? ആകപ്പാടെ കയ്യിലുള്ള 7 സെന്റ് സ്ഥലം വിട്ടിട്ട് ഓനെ സെറ്റിൽ ചെയ്യാൻ പോവാ? ബാവുട്ടി ഈ പിരാന്ത് പറയല്ലേ? വേറെ വയ്യില്ലേ? ആർക്ക് വയ്യില്ലെന്ന്? ചിലക്കാണ്ട് പോവാൻ പറന്ന്. ഇവിടെ ഞമ്മളെ മണ്ണിൽ ഒന്ന് ഒരുത്തൻ പോരിന് വിളിക്ക, അതിൽ പേടിച്ചിട്ട് ജി ഓന് ചോദിക്കണ കൊടുക്ക, ആടിച്ച് കയ്യും കല്ലും ഒടിച്ചായും. അൽവിയെ, ഇതൊരു കുടുംബം രക്ഷിക്കാനാ, ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ ജീവിതം രക്ഷിക്കാനാന്ന് കുട്ടിക്കോ. ആ വിക്കടം മണ്ണ് വയ്ക്കാ വീട് തന്നാ എന്റെ സ്വന്തമൊന്നുമല്ല. ഇതോടെ ഒഴിഞ്ഞു പോയിക്കോട്ടെ ആ കുരിപ്പ്. ഇജിനി ആ വിഷയം പറയാൻ നിൽക്കണ്ട. മാളിയേക്കൽ അസ്രഫ് മൊയ്മൻ പൈസ ഒന്നിച്ചു തരാന്ന് പറഞ്ഞു 12 ലക്ഷം ഉറുപ്പ് കിട്ടും. ഇജ്ജും ഞാനും എത്തിയുമായിപ്പോത് ഞമ്മളെ കുഴപ്പം കൊണ്ടല്ലോ. 2 പെൺകുട്ടികളാ, ആരെങ്കിലും ചെയ്ത് തെറ്റിന് പോലും കഷ്ടപ്പെടാൻ പാടില്ല. ഓൻ പിന്നെയും വരൂല, നനക്കെന്താ ഉറപ്പ്? കൊന്നാളും. എന്നിട്ട് ജയിലിൽ പോയി കിടക്കും ഞാൻ. ചെല്ലടാ. ആ സതീശനല്ലേ? അതെ. ആ മൂപ്പരന്നെ ആള്. എന്തോ ഒരു 10 ലക്ഷം ഉറുപ്പിക തരാൻ പറഞ്ഞു. എടുക്കട്ടെ?
ഡോളർ ഇന്ന് 52, ദറംസ് 14 പന്നി. അല്ലല്ല ഇവിടെ പറഞ്ഞ ഞാൻ കരിപ്പുറത്ത് ഇവിടെ ചെറിയൊരു ചൊറ തീർക്കണ്ടേ. എന്താ മോനെ, എയർപോർട്ടിൽ നിന്ന് പഴയ മാതിരി കുപ്പിയെടുക്കാൻ കഴിയൂല ബായി. ഹിന്ദിക്കാര് പോലീസുകാര് അഞ്ചേരി കളിയാ. ഞാനൊരു മിസ്സില, എന്നിട്ട് വന്നാൽ വേണ്ടടാ, ചത്തുപോകും പന്നി. ഇപ്പൊ എനക്ക് 10 ലക്ഷത്തിന്റെയാണ് കിട്ടിയത്. ഇന്ന് മലപ്പുറം ജില്ല വിട്ട് പോയാല് അനക്ക് 2 കാലും മേലും നടന്നിട്ട് പോവാ, ഇല്ലെങ്കിൽ പെട്ടി കിടന്നിട്ട് പോണ്ടി വരും. മനസ്സിലായടാ നായേ. വാടാ. എടാ പവിത്രം പോലീസേ, അന്റെ പുതിയ ചങ്ങായിക്കൊരു പേയ്മെന്റ് കൊടുക്കാൻ വന്നതാ. ഓനെ ഇന്ന് കയറ്റിവിടേണ്ട പണി അനക്ക, അല്ലെങ്കിൽ അനക്കുള്ളത് ഈയും വാങ്ങേണ്ടി വരും. ഓട്ടടാ. നാളെ ഒന്ന് എറണാകുളം വരെ പോണം. അച്ഛനോടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, രാത്രി തന്നെ മടങ്ങും. നീ വരുന്നെങ്കിൽ വാടാ. പുതിയ വണ്ടി കണ്ടിട്ടില്ലല്ലോ, അസലല്ലേ ബൗട്ടി. $10 ലക്ഷത്തിന് പകരം ചങ്ങായി അലവിന്റെ കയ്യിൽ കൊടുത്തയച്ചത് കിട്ടി. ഗതികെട്ട് തെണ്ടി തിരിഞ്ഞപ്പോ ഒറ്റ പയ്യെ കണ്ടിട്ടില്ലു. ഇപ്പൊ നല്ല സ്ഥിതി കൈന്ന് ഓളെ കണ്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് കൈ കിട്ടുന്നേ വാങ്ങി പോവാന്ന്. അത് തെണ്ടിത്തരല്ലെന്ന് വെച്ചാ ആന്നിപ്പ. പക്ഷെ നിങ്ങ ചെയ്തതിന് പേരെന്തെന്ന്? ഒരു കാര്യം നിങ്ങ മറന്നുപോയി കേട്ടോ. എന്നെ ജീവനോടെ വിട്ടാ ഞാൻ നേരെ വനജന്റെ വീട്ടിൽ കയറി ചെന്ന് ഓളെ ഭർത്താവ് സേതുവിനോട് നിങ്ങളെ ഭാര്യനെ ഞാൻ 8 കൊല്ലം മുമ്പേ മംഗലം കഴിച്ചിരുന്നു പറഞ്ഞ തീർന്നില്ലടോ ഡ്രൈവർ ബാവൂട്ടിയെ. പിന്നെ നിങ്ങളെ മുതലാളിന്റെ കണ്ണാടി മാളിക തകർന്ന് തരിപ്പണാവൂലേ? അതും നോക്കി നിൽക്കേണ്ടി വരും നിങ്ങൾക്ക്. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. ഈ വെള്ളമുണ്ടിന്റെയും കുപ്പായത്തിന്റെ അകത്തുള്ള നിങ്ങണ്ടല്ല എന്നെക്കാളും വലിയ നാറിയ. പോട്ടറോ ബാവൂട്ടിയെ. എന്ത് പിരാന്തപ്പവും പറയണത്? ഏത് ചങ്ങായി? വെള്ളം അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല പുകയ മരുന്നേറ്റ അടിച്ച് കയറ്റിണ്ടാവും. ഇപ്പത്തെ കുണ്ടന്മാരെ കാര്യം. അവൻ പറഞ്ഞത് എന്റെ ഭാര്യയെ കുറിച്ചാണോ, എന്റെ മക്കളുടെ അമ്മയെ കുറിച്ചാണോ? ബാവൂട്ടി അത് മാത്രം പറഞ്ഞാൽ മതി. സേതോട്ട് നിങ്ങളെന്താ ഈ പറയണത്? ഓനി പിരാന്താണെന്ന്. നുണ പറയാൻ നീ പഠിച്ചിട്ടില്ല ബാവൂട്ടി. നിങ്ങൾ വണ്ടി കയറി. ഗീത തരാൻ. പകലകന്നു ദൂരെ നിഴലലഞ്ഞു താഴെ വിജനതീരം വിവശമേതോ തിരയെ തേടുന്നുവോ
പകലകന്നു ദൂരെ നിഴലലഞ്ഞു താഴെ മഞ്ഞണിയും വിഷാദാർദ്രമേതോ കുഞ്ഞിലകൾ പിന്നിൽ വീഴും നേരം എന്നരികിൽ ആരോ വന്ന പോലെ ഒന്നുലഞ്ഞു നിശാദീപനാളം കടലിലൊഴിയാ കടലേ തളിരുകൾ കരിയാ വഴിയേ ഇരുളിലോ മറവിലോ ശലഭമായി നീ പോയി നിൻ സുഗന്ധം തിരഞ്ഞെന്ന പോലെ തെന്നലിന്റെ ഹതാശമാം ദാഹം ചിറകുകൾ മുറിയും കിളിയോ ഇതളുകൾ കൊഴിയും എന്നിട്ട് എത്തിയില്ലേ? 2 നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല ബാവുട്ടിക്ക. നിങ്ങൾ സമാനപ്പെടി, ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ കിടന്നോടെ, ഞാൻ മൂപ്പരെ കൊണ്ടേ വരുള്ളൂ. പകലകന്നു ദൂരെ നിഴലലഞ്ഞു താഴെ തിരയാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. പോവല്ലേ? പോവാം. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ആലോചിച്ചെടുത്തൊരു തീരുമാനമുണ്ട്. അത് അവളോട് പറയുമ്പോൾ എല്ലാം അറിയാമായിരുന്ന ബാവുട്ടി കൂടെ വേണം. ദാ വണ്ടിയുടെ കീ എവിടെയുണ്ട്, എടുത്തോ. വനജേ, വനജേ, ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് കണ്ടാ മതി. എന്തും വനജേ. വനജേ, ഒരാണിനും സഹിക്കാൻ കഴിയുന്ന കാര്യമില്ലായത്. എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, എന്റെ വീട് എന്ന് ചിന്തിച്ച് മാത്രം ജീവിക്കുന്ന എന്നെ പോലൊരു വീട്ടിലേക്ക് പ്രത്യേകിച്ചു കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ഒന്നും എനിക്ക് കേൾക്കാനുമില്ല. ഈ നിമിഷം എന്റെ വീടിന്റെ പടിയിറങ്ങി ഏതെങ്കിലും നരകത്തിലേക്ക് പോകണം. നീ കുട്ടികളെ ഇവിടെ വിട്ട് നീ മാത്രം ഇറങ്ങണം. എവിടേക്കെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവുണ്ടല്ലോ. കാത്തിരിക്കുന്നുണ്ടാവും പഴയ ഭർത്താവ് എവിടെയെങ്കിലും. മിണ്ടരുത്. നിന്റെ ശബ്ദം ഇനി എന്റെ വീട്ടിൽ വീഴരുത്. കരയാനും പറയാനും ഉള്ളതല്ല എന്റെ വീടിന്റെ പുറത്ത് മതി. അത് കേൾക്കാൻ അവനെ പ്രതീക്ഷ മതി. നിന്റെ ആദ്യ ഭർത്താവിന് എടുക്കാൻ വല്ല ഉണ്ടെന്ന് വെച്ചാൽ എടുത്തോ. പൊന്നോ പണമോ എനിക്ക് അറിയണ്ട അതിന്റെ കണക്ക്. ഇറങ്ങി പോടി. മനുചേച്ചി വാലോർക്കി. മനുചേച്ചി നോക്കി, ഞാനൊന്ന് പറയട്ടെ. പറയണമായിരുന്നു. എല്ലാം പറഞ്ഞപ്പോ ആദ്യം എന്നോട് പറയണമായിരുന്നു. അതിനു പകരം ഇന്നലെ വന്ന് കയറി അവളെ പ്രൊട്ടക്ട് ചെയ്യാനല്ല ശ്രമിച്ചത്. എല്ലാം ഒളിച്ചു വെച്ച് എന്നെ വിഡ്ഢിയാക്കുന്ന കളിയിൽ ബാവുട്ടിയും കൂടി. സ്വത്തും പണവും കണ്ട് കെട്ടിയതല്ല അവളെ. ഒന്നേ നോക്കിയുള്ളൂ, ഒരു പാവം പെൺകുട്ടി. ഇവളും അതീന്ന് ആ നോട്ടത്തിൽ തീരുമാനിച്ചതാ. മറച്ചു വെച്ച വൃത്തികെട്ട മുഖത്തിന്റെ പഴങ്കഥകൾ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. ദൈവാധീനം. എന്തേ? ചിലപ്പോ അങ്ങനെയായിരിക്കും ഇതാണ്ട് തീര. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നിങ്ങളെ ഭാര്യയായിട്ട് അറിഞ്ഞ കുട്ടീനെ ആങ്ങളെന്ന സ്ഥാനത്തേക്ക് അറിയാം. അതിന് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനേ അറിയൂ. 19 വയസ്സിൽ ഒരുത്തനെ പ്രേമിച്ച് എന്നിട്ട് ഓൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് ആ ജീവിതത്തിന് 10 മിനിറ്റ് തന്നെ ആ കൂടെ ആയുസുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഓൻ തിരിച്ചു വന്നിക്കണ്. എന്തിന്? പൈസക്ക്. പഴയ കാമുകനായിട്ടല്ല,
ആ പാവത്തിനെ പേടിപ്പിച്ചിട്ട് പൈസ പിടുങ്ങാമെന്നാണ് അഹംക്ക്. നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്നു പറയാൻ പോയ വനജനെ തടഞ്ഞ ഞാൻ ഒരുത്തന ഒഴിഞ്ഞു പൊയ്ക്കോളൂല ഹലാക്കെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ന്യായം ഉണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങൾ തന്നെ ഓട്ടിയാ മതി വണ്ടി. പിന്നെ ചോദ്യം ചെയ്യണതിനും വേദ്യം ചെയ്യണതിനും മുന്നേ അതിന് ഞമ്മക്ക് എന്തോ ഒരു അർഹത ഉണ്ടെന്ന് കൂടെ ചിന്തിക്കണം. കരിപ്പൂർ എയർപോർട്ടിൽ നിങ്ങളെ കൊണ്ടുവിടുമ്പോഴും കൂട്ടിക്കൊണ്ടുവരുമ്പോഴും ഒറ്റക്കല്ല നിങ്ങളെ യാത്ര എന്നുള്ളതൊക്കെ ബാവട്ടിക്ക് അറിയാം. പല സ്ഥലത്തും ബാവട്ട് രാത്രി കാറി കിടന്നുറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കയറിപ്പോണ വീട് ഏതാണ്, ആ വീട്ടിൽ ആരാണെന്നൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വന്നോന് പൈസ മാത്രം മതി. നമ്മൾ തേടി ആരെങ്കിലും വന്നാ അത് പൈസ കൊണ്ട് തീരുമെന്ന് തോന്നണില്ല. ഓലക്ക് വേണ്ടത് അവകാശമായിരിക്കും. ഇതിപ്പോ ഒരു ഡ്രൈവർ മുതലാളിയോട് പറയേണ്ട കാര്യമല്ല. ഈ ബന്ധം എവിടെ തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എല്ലാം നിങ്ങളെ കയ്യില. എല്ലാം പയ്യമാരാണെങ്കിൽ നിങ്ങൾ ഒറ്റ ആള് വിചാരിച്ച മാത്രം നടക്കും. പടച്ചോ നിങ്ങളതിന് തോന്നിക്കട്ടെ. ഒക്കെ നല്ല നിലക്ക് തീരും ബാവുട്ടിയെ. ഓരോ ദിവസവും നമ്മൾ കേൾക്കണ കഥകൾ എന്തൊക്കെ അൽവിയെ. കുടുംബങ്ങൾ ഇല്ലാതാകല്ലേ ചത്തിട്ടും കൊന്നിട്ടും. ബൗട്ടിയാക്ക, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഥ എഴുതുന്ന പ്രാന്തം ബുദ്ധിയുള്ളൂന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പം ആ വീട്ടിൽ ഉണ്ടാവരുതെന്ന്. അതെ ബാവട്ടേക്ക, നിങ്ങൾ സമാധാനപ്പെടി. സേതോട്ട് അങ്ങനെ ക്രൂരതൊന്നും ചെയ്യൂല. മൂപ്പരൊരു പാവാ. എന്റെ എങ്ങനെ ഈ പാവം മനുഷ്യന്മാര് തന്നെയാണ് വലിയ ആപത്തുണ്ടാക്കി വെക്കണത്. ഓലിക്കാണ് സഹിക്കാൻ പറ്റാത്തത്, പൊറുക്കാനും. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവായിരുന്നു. വാല് തുറന്നു കിടക്കണ പെരന്റെ മുന്നിൽ ഞമ്മക്ക് കാണാൻ പറ്റാത്തൊരു വരണ്ട്. ആ വര കിടന്ന് അന്യന്മാരെ കിടക്കാൻ പാടില്ല. നല്ല നിലക്ക് തീരാനുള്ളതാണെങ്കിൽ ഓല് രണ്ടാളും തന്നെ തീരുമാനിക്കണം. പടച്ചമ്പരാനെ. ആ ഒന്ന് വേഗം വരുവാ. ആ ഞാൻ പോയിട്ട് വരാം. വരണോ? വേണ്ട, അതെന്തെന്നാലും കാണണം കേൾക്കണം എന്നുള്ളത് നിന്റെ വിധിയായിരിക്കും. എന്തായി? പോവേന്ന് ബാവുട്ടിക്ക. മക്കള്? മക്കളും ഉണ്ട്. എന്നാ പെട്ടിയെടുത്ത് വെച്ചോളെ, ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. എന്തിന്? ഭർത്താവും ഭാര്യയും മക്കളും കൂടെ ഒരു യാത്ര പോകുമ്പോ ആ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റാരും ഇല്ലായിരിക്കുന്നാടോ ചിലപ്പോഴൊക്കെ ഒരു ഭംഗി. ബാവുട്ടിക്ക, നമ്മ ഒരാഴ്ച കൈയൂട്ടാ. ചിലപ്പോ അതിലും നീളും. ഇവിടെ ഉണ്ടാവോ അതോ ഷൂട്ടിംഗ് പറഞ്ഞ് പൊങ്ങോ? എന്ത് ഷൂട്ടിംഗ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പോയിട്ട് വരി. മുത്തല്ലേത്? ബാവുട്ടിക്ക, പടച്ചോങ്ങളെ തലയിൽ കൈ വെച്ചിക്കണട്ടോ. തലയിലൊരു ചെകുത്താൻ കയറി കൂട്ടിട്ടുണ്ടായിരുന്നു. ബാവുട്ടിയാണ് അതിനെ ഇറക്കി വിട്ടത്. അൽഹംദുലില്ലാ. ചില്ലറ ചുറ്റികളെയൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി എയർപോർട്ട് തേങ്ങാക്കൊല്ലാന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. പിന്നെ ഡ്രൈവറിന്റെ സ്ഥാനത്ത് നിൽക്കണം. ആയിക്കോട്ടെ മുതലാളി.
പോയിട്ട് വരെ. ബാവുട്ടിയാക്ക എന്നാ പിടിച്ചോളി, ഞാൻ പോവാണേ. ദുബായിക്കൊന്നുമല്ല പോണത്, ഇങ്ങോട്ട് തന്നെ വരൂലേ? ആ വരും. ബാബ വരി. ആ എന്താ സ്പാക്ക? ഒന്നുമില്ല മോനെ. ആ പിന്നെ മറയമ്പി പറഞ്ഞ നേരാട്ടോ, ഈ കെ നാനാർ മരിച്ചുപോയി. ഇനിയിപ്പോ നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കാൻ AK ജനുള്ളൂ. ഒന്ന് എനിക്ക് കണ്ണൂർ വരെ പോണം. അനക്ക് പറ്റെങ്കിൽ ഇയും പോര്. നല്ല മനസ്സിലാ നമ്മളെ ഗോപാലട്ടനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് ഗുണ. ബാപ്പ വരി. എന്നാ ബാവുട്ടിയെ മരുന്നൊന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. സംവിധാനം നമ്മളെ പേടിക്കണ്ട, അന്നൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. ആളെ കൊല്ലലും തല്ലലും ഒക്കെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ബാവുട്ടിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അറിഞ്ഞും കൊണ്ടല്ല ഒന്നും നടന്നത് സതീശ. എന്റെ കാല് പിടിക്കാനാ ഞാൻ മുമ്പ് ഇവിടെ വന്നത്. ഒരു കുടുംബം തകർക്കല്ലേ എന്ന് പറയാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ആരെന്തറിയരുതെന്ന് വിചാരിച്ചോ അതറിഞ്ഞു. പടച്ചോന്റെ കൃപ കൊണ്ട് ആ കുടുംബം പഴയ ചേലിക്ക് തന്നെയായി. ഇത് വാങ്ങിക്കോ. അനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ പൈസ. അതിനും വേണ്ടിട്ട് ഞാൻ ആ മണ്ണ് വിറ്റു. ഇത് കൊണ്ടുപോയി എവിടെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ നോക്കുമോനെ. ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്തൊരു യത്തീമാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടത്തെ കച്ചവടം കഴിഞ്ഞാൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് എനിക്ക് വേണ്ടു. അത് വാങ്ങാൻ ഞാൻ പൈസയും കരുതണ്ട. എന്നാ സതീശ പോണേ, പോയിട്ട് പണിയുണ്ട്. വെച്ചോളി. ഈ അധ്വാനത്തിന്റെ വില വാങ്ങാനേ ആരെ മുമ്പിലും കൈനീട്ടുള്ളൂ എന്ന് ഇജ്ജ് ഉറപ്പിക്കണം. നല്ല ദുനിയാവിലും ആഖിറത്തിലും പടച്ചോന്റെ തുണ എനക്കുണ്ടാവും. ഖുദാഫിസ്. ആരങ്ങള് ഇതാ പുലർന്നു, ഇതാ ഉണരാൻ നേരമായി, നേരമായി, നേരമായി. യാ ഖുദാ, യാ ഖുദാ, യാ ഖുദാ നിന്റെ ഈ പോരിശ. യാ ഖുദാ, യാ ഖുദാ, യാ ഖുദാ നിന്റെ ഈ പോരിശ. പറയാനാവതില്ല, അറിയാനാവുകില്ല. അല്ലാഹു, 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 അല്ലാഹു. പോകും പാതിരാവും വന്നുമായും പകൽ വേളയും കാലം മുന്നിലോടും. പുലരൊളി വെയിലാവും, നിഴലുകൾ തടലാവും. മാറും കാലഭേദം വെണ്ണിലാവും, പാൽക്കിനാവുമായി കാറ്റും മാറി വീശും. പല പല വഴികളിലായി പല പല മുഖമറിയും. ഈ നിരാലംബ ജന്മം കരങ്ങളാൽ ഉയർത്തിയ അനന്തമാം കരുണാസാഗരമേ. യാ ഖുദാ,
യാഹുദാ നിന്റെ ഈ പോരിശ തുണയായി പോന്നിടേനെ പരനേ കൂടെ എന്നും അല്ലാഹു